ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 41-42 എന്നുള്ള വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കും. For today's meditation, let's read from Luke's Gospel, chapter 19, verses 41 and 42. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനായതുള്ളത് അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. And when he was come near, he beheld the city and wept over it, saying, If thou hadst known, even thou, at least in this thy day, the things which belong unto thy peace, but now they are hid from thine eyes. കർത്താവായ യേശുക്രിസ്തുവിന്റെ ചിത്രങ്ങൾ നാം പലയിടങ്ങളിലും കണ്ടിട്ടുള്ളവരാണ്. In many places we've seen the photographs of Lord Jesus Christ. ചിലത് പുഞ്ചിരിക്കുന്നതായ മുഖം, some with grinning face, മറ്റേത് മനസ്സരമുള്ളത് കരുണയുള്ളതായ ആർദ്രത ഭാവമായ മുഖം, and some with mercy, compassion filled with faces. എന്നാൽ ഇവിടെ ക്രിസ്തുവിന്റെ ഒരു തികച്ചും വ്യത്യസ്തമായ ഒരു മുഖഭാവം നാം കാണുകയാണ്. However, here we come across a completely unique countenance of Jesus. യേശു കരയുന്നു. Jesus wept. നാം പലപ്പോഴും പല കാര്യങ്ങളിൽ കരഞ്ഞിട്ടുള്ളവരാണ്. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് കവിളിലൂടെ ഒഴുകിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ യേശു കരയുന്നു. Many times we have cried, tears have rolled down our cheeks for several matters. However, here Jesus cries. യേശു എവിടെയാണ് കരയുന്നത്? എന്തിനു വേണ്ടിയാവുന്നു കരയുന്നത്? Where does Jesus cry? What for does he cry? തന്റെ ജീവിതകാലത്ത് ഒട്ടനവധി പട്ടണങ്ങൾ സന്ദർശിച്ച് നന്മ ചെയ്തവൻ തന്റെ ജീവിതത്തിന്റെ പ്രവർത്തനത്തിന് അന്ത്യഭാഗത്ത് യെരുശലേം എന്ന നഗരത്തോട് സമീപിച്ചു. During the days of his life on this earth, he who traversed in different cities, he who worked wonders and miracles, during the twilight of his days, he traversed to the city of Jerusalem. ആ യെരുശലേമിനെ നോക്കി യേശു കരഞ്ഞു. Beholding Jerusalem, Jesus wept. കരയുക മാത്രമല്ല, അവിടുന്ന് ഇപ്രകാരം പറയുകയാണ്. Not only did he weep, he continues to say, ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. If thou hadst known, even thou, at least in this day, the things which belong unto thy peace, but now they hid from thine eyes. പാപിയായ മനുഷ്യനെ രക്ഷിക്കേണ്ടതിനായി ദൈവപുത്രൻ മനുഷ്യനായി ലോകത്തിൽ വന്നു. To save the sinful man, the Son of God came to this world. അവിടുന്ന് ദൈവമായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരാളെ പോലെ മനുഷ്യനായിരുന്നുവെന്ന് തന്റെ ജീവിത അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. Even when he was God, through his life experiences, he's convincing that he was just like one of our fellow beings. തന്റെ ആ വൈവിധ്യമാർന്ന അനുഭവങ്ങളിൽ ഒന്നാകുന്നു അവിടുന്ന് കരയുന്നു എന്നത്. One among his distinct experiences is he wept and he cried. കർത്താവായ യേശുവിന്റെ ജീവിതകാലത്ത് ഇത് ആദ്യത്തെ സംഭവമല്ല. പല പ്രാവശ്യം ക്രിസ്തു കരഞ്ഞിട്ടുണ്ട്. During the days of Lord Jesus, this is not the first episode. On many instances, Christ wept. ഇതേ സുവിശേഷം എഴുതിയ പുസ്തകത്തിന്റെ 22-49 വായിക്കുമ്പോൾ, in St. Luke's Gospel, chapter 22, the 49th verse, അവിടുന്ന് ഗത്ശമന എന്ന പേരുള്ള ഒരു തോട്ടത്തിലേക്ക് ചെന്ന് ശിഷ്യന്മാരുമായി ചെന്നിട്ട് അവരെ വിട്ട് ഒരു കല്ലേറുതോളം മുൻപോട്ട് പോയി കവണ്ണ് വീണ്ടും കടന്ന് ഏങ്ങലടിച്ച് കരഞ്ഞു. He went to the garden of Gethsemane with his disciples, and with the distance of a hurling of a stone, he went alone and he cried in the garden of Gethsemane. ഗത്ശമനയിൽ ഉറക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ ക്രിസ്തുവിന്റെ ഹൃദയം നശിച്ചു പോകുന്ന മനുഷ്യനെക്കുറിച്ചുള്ള ആ ഭാരത്താൽ നിറഞ്ഞ് കവിയുകയായിരുന്നു. We come across Lord Jesus Christ, who is wailing aloud and crying. His heart is burdened about the perishing man. മാനവരാശിയുടെ ആ രക്ഷാദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാൻ വേണ്ടി യേശു അവിടെ കരയുകയാണ്. To victoriously accomplish the mission of the security of mankind, Lord Jesus Christ, he cries there. തന്റെ രക്ഷാദൗത്യത്തിനായി തന്നെ ബലപ്പെടുത്തേണ്ടതിന് പിതാവായ ദൈവം പ്രാർത്ഥന കേട്ട് ഒരു ദൂതനെ തന്നെ ബലപ്പെടുത്തുവാനായി അയച്ചു കൊടുത്തു. To strengthen him in the mission of his salvation, the Almighty God hearkened to the cry, and he sent an angel to strengthen him. ഇന്നും മനുഷ്യൻ പാപത്തിൽ ജീവിച്ച് നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി കരയുന്നു എന്ന് ഞാൻ സമർത്ഥിച്ചുകൊള്ളട്ടെ. Even today, man is maroning in sin, he's lost. Therefore, the Son of God, Jesus, he cries for us. I am establishing that. ഇനി യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, in John's Gospel, chapter 11, the 35th verse, ഒരു കുടുംബത്തിനായി യേശു കരയുന്നതായി കാണുകയാണ്. we come across Jesus who weeps for a family. എവിടെയാണ് യേശു കണ്ണീരൊഴുക്കുന്നത്? Where is Jesus shedding tears? സഹോദരന്റെ വേർപാടിൽ ദുഃഖിതരായിരുന്ന മാർത്തയെന്നും മറിയെന്ന പേരുള്ള ഈ രണ്ട് സഹോദരിമാരുടെ
ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് യേശു കല്ലറയ്ക്കൽ കരഞ്ഞു. Jesus is taking part in the grief of the two sisters, Mary and Martha, who was mourning the farewell of their own dear beloved brother, and Jesus wept near the sepulchre. അവിവാഹിതരായിരുന്ന രണ്ട് സഹോദരന്മാരുടെ ഒരാശ്വാസവും തണലുമായിരുന്ന ആ സഹോദരന്റെ മരണത്തിൽ അവർക്ക് താങ്ങാനാമത്തെ ദുഃഖത്തിലായിരിക്കുമ്പോൾ ആ ദുഃഖത്തിൽ പങ്കുചേർന്ന് യേശു അവരോട് ചേർന്ന് കരഞ്ഞു. Those two unmarried sisters, now their only brother is no more. They were not able to bear the pain of it, and Jesus joined them in the farewell and he cried. അതെ, കരയുന്നവരോടുകൂടെ കരയുന്ന ഒരു പച്ചയായ മനുഷ്യന്റെ മുഖമാണ് നാം ഇവിടെ കാണുന്നത്. We behold the face of a raw man who cries with those who cry. നാം സാക്ഷ്യത്തിൽ കേട്ടതുപോലെ ഈ ലോക ജീവിതത്തിൽ നാനാവിധമായ പ്രശ്നങ്ങളിൽ നാം വലയുമ്പോൾ, നാം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നിസ്സഹായരായി മാറുമ്പോൾ, നിരാശരായി മാറുമ്പോൾ, അനേക സമ്മർദ്ദങ്ങളാൽ ഏറി നമ്മൾ കുഴഞ്ഞു പോകുമ്പോൾ നമ്മെ ഓർത്ത് നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നവൻ യേശുവിനെ നമുക്ക് കാണാൻ കഴിയും. As we heard already in the testimony, when we are tossed and troubled with different pains, sorrows, sufferings and anguish, when the pain is too much to bear, Lord Jesus is joining us with the pain he cries. ചില മനുഷ്യർ നമ്മോടുകൂടെ കരഞ്ഞെന്ന് വരാം, സമാശ്വാസം എന്ന് പറഞ്ഞെന്ന് വരാം, കാര്യങ്ങളുടെ പരിഹാരത്തിനായി അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. Some men might cry with us, they might give us words of comfort, however they cannot do anything to bring a solution to the problem. യേശുവോടെ ആ ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട് അവരുടെ പ്രശ്നത്തിന് ദുഃഖത്തിന് ഒരു അറുതി വരുത്തി. But Jesus there resurrected Lazarus out of the dead, and there is solution to their problem. നാം വായിച്ച ആ കുറുവാക്യത്തിൽ കാണുന്നത് യെരുശലേം എന്ന നഗരത്തിന് നഗരവാസികൾക്ക് വേണ്ടി കരയുന്ന ഒരു യേശുവിനെയാണ്. In the key verse we behold Jesus who is weeping for the inhabitants of the city of Jerusalem. ഒരു വ്യക്തിക്ക് വേണ്ടി കരയുന്നത് പോലെ, ഒരു കുടുംബത്തിന് വേണ്ടി കരയുന്നത് പോലെ, ഒരു മുഴുവൻ ലോകത്തിന് വേണ്ടിയും കഴിഞ്ഞു നിൽക്കുന്നത് പോലെ ഒരു നഗരത്തിന് നഗരവാസികൾക്ക് വേണ്ടി കൂടെ കരയുവാൻ യേശു സന്നദ്ധനായി. Just like weeping for one individual, for one family, for a whole city, and for the whole inhabitants of the world, here Jesus is crying, looking at Jerusalem. അതെ, ഒരു പട്ടണത്തെയും പട്ടണത്തെ ജനങ്ങളുടെയും അവസ്ഥയെ കണ്ട് യേശു കരയുകയാണ്. Beholding the state of a city, the inhabitants of the city, Jesus is crying. ഇന്ന് ലോകത്തിൽ എത്രയോ വൻ നഗരങ്ങളുണ്ട്, അതുപോലെ കേരളത്തിലും എത്രയോ പട്ടണങ്ങളുണ്ട്. Today there are great cities across the world, and so do we find cities in Kerala. തലസ്ഥാന നഗരമായ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ ഓരോ നഗരങ്ങളെയും നോക്കിയാൽ യേശുവിനെ കരയാനേ നേരമുള്ളൂ എന്ന് എനിക്ക് തോന്നി പോകുന്നു. From the capital city of Trivandrum, observe to the northern part of Kasargod, I would say that Jesus would only find time to കോട്ടയം weep. പട്ടണത്തെ നോക്കിയാലും യേശുവിനെ കരയാനേ വഴിയുള്ളൂ. If Jesus even beholds the city of Kottayam, he can only weep. എന്തുകൊണ്ടായിരിക്കും? Why? ഒന്ന്, ഈ പട്ടണത്തിലെ പാപം കണ്ട് അവിടുന്ന് ദുഃഖിക്കുകയാണ്. First of all, he is grieving beholding the city's sin. പലവിധമായ വിശേഷണങ്ങളും പലവിധമായ പ്രശസ്തിയുള്ളതായ നഗരം ഇന്ന് പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. The city which is filled with specialities, known for its uniqueness, now it's covered with sin. അനീതി, അന്യായം, കൈക്കൂലി, അഴിമതി, Injustice, unrighteousness, corruption, bribe. മദ്യപാനം, മദ്യവിൽപ്പന, അതിനോടനുബന്ധമായി ഉള്ളതായ മയക്കുമരുന്ന് ഉപയോഗം, അതിന്റെ വ്യാപാരം, Drinking, liquor, intoxication, drugs, and it's widespread. ഇതിനേറെ സ്കൂളിലേക്ക് പോകുന്ന പെഞ്ചു കുഞ്ഞുങ്ങൾ പോലും അവര് ആ മയക്കുമരുന്നിന്റെ വാഹകരായി അതിന്റെ വ്യാപാര ഇടനിലക്കാരായി മാറ്റുന്ന ഒരവസ്ഥ ഓർത്താൽ ആർക്കാണ് കരച്ചിൽ വരാത്തത്? Not to say much, even the students who go to school, they are becoming dealers of the drugs. Thinking of it, who will not refrain from crying? കൊലപാതകവും മോഷണവും അക്രമവും നമ്മുടെ പട്ടണത്തിൽ എന്നും നടമാടുകയാണ്. Murder, looting, plunder is a normal business in our land. പ്രാകൃതവും വൈശാചികവും എത്രയോ ക്രൂരതകൾ ഇന്ന് സമൂഹത്തിൽ, പട്ടണങ്ങളിൽ, കുടുംബങ്ങളിൽ, ജോലിസ്ഥലങ്ങളിൽ അരങ്ങേറുകയാണ്. Cruelty, diabolic animosity is seen in the city, in the homes and the land. കോട്ടയം പട്ടണത്തെ കണ്ടാൽ യെരുശലേമെ കണ്ട് കരഞ്ഞവൻ കരയാതിരിക്കുകയില്ലല്ലോ. He who beholds the city of Kottayam, the one who saw Jerusalem and wept, how can he not cry? ആദ്യ മലയാള വേദപുസ്തകം അച്ചടിച്ച നഗരം പക്ഷേ ദൈവദിനത്തെ ഇന്ന് നിരാകരിച്ചിരിക്കുന്ന നിലയിലാണ്. The very city who first published the Malayalam translation of the Holy Bible, but now it is cast aside the living word of God. ക്രിസ്ത്യാനികൾ ഏറെയുള്ളതായ ഒരു നഗരം, പക്ഷേ സത്യക്രിസ്ത്യാനികൾ വളരെ ചുരുക്കം. This is a land where the population of the Christians are large. However, true Christians can scarcely be found. ക്രൈസ്തവർ തന്നെ മദ്യപാനവും കൂടാതെ
കള്ളുഷാപ്പും ബിവറേജ് ഷോപ്പുകളും നടത്തുന്നവരും അങ്ങനെ ആദായം കൊണ്ട് പണക്കാരാകാൻ ശ്രമിക്കുന്നവരും. Christians who try to be rich businessmen by running liquor shops and other sources of intoxications. ഇതൊക്കെ കണ്ട് യേശു കരയുന്നു എന്നതിനൊരു വാസ്തവം. On seeing all these, it is a reality. Jesus who cries. രണ്ടാമത്, പാപനിമിത്തം വരുവാൻ പോകുന്ന ന്യായവിധി കണ്ട് യേശു കരയുകയാണ്. Secondly, on seeing the impending judgment caused by sin, Jesus weeps. നമ്മുടെ ഒരു കുഞ്ഞിനെ നാം വളർത്തുന്നെങ്കിൽ നമ്മുടെ വാക്കനുസരിക്കാതെ അത് ഒരു ആപത്തിലേക്കോ അപകടത്തിലേക്ക് പോയാൽ ഏതമ്മയാണ് കരയാത്തത്? If you rear up a child, if a child is just kicking aside our counsel and valuable pieces of advice, and if it plunges into danger, which mother will not cry? ഒരു ആപത്ത് വരുന്നു എന്നതിനേക്കാൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടും അനുസരിക്കാതെ പോയി സംഭവിച്ചല്ലോ എന്നതാണ് ഏറെ ദുഃഖിപ്പിക്കുന്നത്. More than an accident has arrived, he has landed into an accident. Despite giving forewarnings, the child plunged into that accident. That is more grievous. അതേ ദൈവത്തിന് വചനം ഉറക്കെ പറയുന്നു, ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധി മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു. Out comes the loud words of God, once to die and then judgment is appointed to man. പാപിയായ മനുഷ്യൻ ഒരു നാളിൽ മരിക്കും. എത്ര വലിയവനായിരുന്നാലും, അവൻ എത്ര കേമനായി ജീവിച്ചാലും, മനുഷ്യനെ വെല്ലുവിളിച്ച് ജീവിച്ചാലും, അവൻ എത്രമാത്രം ശക്തനാണെന്ന് സ്വയം തോന്നിയാലും ഒരു ദിവസം മരണം അവനെ കീഴടക്കും. A sinful man, he might be smart, he might be great, he might be challenging his fellow beings, but one day death shall greet him. അവന്റെ മരണത്തിന് ശേഷം അവനെ കാത്തിരിക്കുന്നത് അവന്റെ പാപത്തിന് തക്ക ഒരു ന്യായവിധിയാണ്. And what follows his death, impending one, is a judgment that is suitable to his sins. അപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവനായ കർത്താവ് ഈ പാപനിമിത്തം വരുവാനിരിക്കുന്ന ന്യായവിധിയെ ഓർത്തിട്ട്, അയ്യോ ഇവൻ ഒരു ന്യായവിധിയിലേക്ക് പോകുന്നല്ലോ, ഒരു ജനം, ഒരു പട്ടണം മുഴുവനെ ന്യായവിധിക്ക് പോകുന്നല്ലോ എന്നോർത്ത് യേശു കരയുകയാണ്. Even then the Lord who loves us, Jesus who loves us, is thinking, oh, he's plunging into judgment, this family is moving into judgment, this land is moving into judgment. He thinks about it and he cries. യെരൂശലേമിലെ പാപം കണ്ടും യെരൂശലേമിലെ പാപനിമിത്തം വരുവാൻ പോകുന്ന ന്യായവിധിയെ മുൻകണ്ടും കരയുന്നവനായ യേശു മൂന്നാമതൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുകയാണ്. Beholding Jerusalem, beholding the sinful city of Jerusalem, Jesus who wails, he's seeing the 13. സമാധാന നഗരം എന്ന് വിളിക്കപ്പെട്ടത് യെരൂശലേമിലെ ആ സമാധാനമില്ലായ്മയ്ക്ക് പരിഹാരം ഇന്ന് ഈ ജനത്തിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നല്ലോ എന്നോർത്ത് യേശു കരയുകയാണ്. Jerusalem, which is known to be the city of peace, the solution to its lack of peace is veiled to the people. Acknowledging it, Jesus cries. പാപനിമിത്തം, കടഭാര നിമിത്തം, രോഗനിമിത്തം, പലതരത്തിലുള്ളതായ പ്രയാസ പ്രശ്നങ്ങൾ നിമിത്തം മനുഷ്യന് സമാധാനമില്ല. Because of sin, because of sickness, because of death and trouble, man is losing his peace. എന്നാൽ മറുഭാഗത്ത് സകല മനുഷ്യരുടെയും സമാധാനക്കേടിനുള്ള പരിഹാരം ക്രിസ്തുവിന്റെ പക്കലുണ്ട്. But on the flip side, the solution for all the lack of peacelessness of man is found in Christ. എത്ര സമാധാനം നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യുവാൻ തുനിഞ്ഞാൽ പോലും ഈ ഒരു പുസ്തകം നിനക്ക് സമാധാനം തരാനുണ്ട്. പക്ഷേ നീ ഇത് അറിയണം. You might know no trace of peace. You might be kissing the brim of suicide. However, you should know one thing: the solution for everything is in the Holy Bible, but you should know it. ക്രൈസ്തവരെ ഞാനങ്ങ് വിടട്ടെ. എത്രയോ ക്രൈസ്തവർ ഈ സമാധാനം നൽകുന്ന ദൈവത്തിന് വചന വേദപുസ്തകം വീട്ടിൽ വെച്ചുകൊണ്ട് സമാധാനം കണ്ടെത്താതെ ഒരു ആത്മഹത്യയിലേക്ക് പോകുന്നു വരികിൽ അതെത്ര സങ്കടകരമാണ്. Let me forget the case of the non-Christians, touch the case of the Christians. They know the truth, know the word of God. However, they're not accepting the Holy Bible. They move to suicide. Oh, what a tragedy it is. നിന്റെ പാപ ജീവിത നിമിത്തം, ക്രമംകെട്ട ജീവിത നിമിത്തം, പ്രശ്നങ്ങൾ നിമിത്തം അതേ നിനക്ക് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു വസ്തുത. മറുഭാഗത്ത് ഈ സമാധാന പരിഹാരത്തിനുള്ള മാർഗം ഇന്ന് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയാണെന്ന് ഓർക്കുമ്പോൾ യേശു കരയുകയാണ്. Because of your sin, because of your unruly, disorderly life, true, you've lost your peace. However, Jesus is weeping because you know the peace that's hidden before you, and so he weeps. സമാധാനം വേണമെന്ന് ആഗ്രഹമുണ്ട്. സമാധാനം എവിടെ കിട്ടുമെന്ന് പലരോടും ചോദിക്കുന്നുണ്ട്. അവിടെ ഇവിടെ അലയുന്നുണ്ട്. എന്നാൽ ആ സമാധാനത്തിനുള്ളത് എന്താണെന്ന്, എവിടെയാണെന്ന്, ആരുടെയാണെന്ന് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നത് നിമിത്തം നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. യേശു നിന്നെ നോക്കി കരയുന്നു. You long for peace. You inquire with different people the source for peace. However, the source of peace where you can find peace is hidden before you. Therefore, Jesus looks at you and weeps. അല്ല, നിന്റെ അവസ്ഥ ഒരു അനിഷ്ടവും ദുരിതപൂർണവുമല്ലേ? Your state isn't it wretched, filled with crisis? ആകയാൽ എന്ത് ചെയ്യണമെന്ന് പറയാം. Therefore, let me tell you what you should do. നിന്റെ പാപപ്രവൃത്തികൾ പാപമെന്ന് അത് നമുക്ക് ഒരു ന്യായവിധിയുണ്ടെന്ന് നിനക്ക് ഒരു ബോധ്യം വരണം. First of all, you should be convinced that your acts are sinful and there is an impending judgment, a consequence of that. വലുതോ ചെറുതോ എല്ലാ പാപത്തിനും അതിന് തക്ക ഒരു ന്യായവിധിയുണ്ട്. Great or small, all sins have got a suitable നീ judgment. ന്യായവിധിയിലേക്ക് പോകുന്നത് കണ്ട് ദുഃഖിക്കുന്ന കരയുന്ന യേശുണ്ട്.
ആദ്യ നിമിത്തം നീ അതിൽ നിന്ന് പിന്തിരിയുക. On beholding you being dragged to that judgment, there is a Jesus who beholds it and he weeps. Therefore, you take a back step out of it. എറണാകുളത്ത് സൺഡേ സ്കൂളിൽ ഒരു സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്ററായിട്ട് സക്കറിയ എന്ന് പേരുള്ള ഒരു സാർ ഉണ്ടായിരുന്നു. In Ernakulam, there was a sir named Zachariah. He was the headmaster of the Sunday school. കുട്ടികൾ കുസൃതികൾ കാണിച്ചാൽ അദ്ദേഹം ശാസിക്കുന്നതിന് മുമ്പേ ആദ്യം ചെയ്യുന്നത് അവന്റെ മുഖത്ത് നോക്കി അങ്ങ് കരയും. If the children commit some sort of mischief, before rebuking them, he would stare at their faces and weep. അത് മതിയായിരുന്നു ഒരുവിധമുള്ള കുട്ടികൾക്കൊക്കെ ഒരു അനുതാപത്തിന്. That was all that was needed for a group of children to repent. കാരണം ആ കുട്ടികളെ അദ്ദേഹം അത്രമാത്രം സ്നേഹിച്ചിരുന്നു, അദ്ദേഹത്തെ കുട്ടികൾ അത്രമാത്രം മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. Why? Because he loved those children so much, and in turn the children loved and esteemed him a lot. അല്ല, എന്റെ നടപ്പ് എന്റെ പ്രവൃത്തി നിമിത്തമാണല്ലോ ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ഈ സാറിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകുന്നത്, എനിക്ക് തെറ്റിപ്പോയി സാറ് ഇനിമേൽ അത് ചെയ്യുകയില്ല എന്ന് കുട്ടിയേറ്റ് പറയുകയാണ്. Oh no, because of my walks, my works, my acts, my dealings, the sir who was teaching me, he is weeping. Therefore, sir, I'm not going to repeat it any longer. Please forgive me, they say. ചോദ്യം ഇതാണ്, പാപം നിമിത്തം നൈവേദ്യത്തിലേക്ക് പോകുന്ന മുൻപിൽ നിന്ന് കരയുന്ന യേശുവിനെ കണ്ടിട്ട് നിനക്ക് ഒരു കണ്ണുനീര് വരികയും ഒരു അനുതാപം വരികയും പാപബോധം വരികയും ചെയ്തുകൂടെ? Question: on beholding the sinful you, Jesus who weeps and wails, why are you not repented? Why are you not confessing? Why are you not shedding tears? വേണ്ടതുണ്ട്. It's needed. അടുത്തത്, യേശു മാത്രമാണ് രക്ഷകൻ എന്നൊന്ന് വിശ്വസിച്ച് ഏറ്റുപറയാണ്. Further, you should believe that Jesus alone is the Savior. You should confess that. ലോകത്തെ നോക്കൂ, മതങ്ങളെ നോക്കൂ, പ്രസ്ഥാനങ്ങളെ നോക്കൂ, അവർ ഒരുപാട് രക്ഷകന്മാരെ അവതരിപ്പിക്കുകയാണ്. Take the world, take the religion, look at the institutions. They propagate a lot of saviors. സാധാരണ മനുഷ്യൻ, സത്യം അന്വേഷിച്ച ഒരു മനുഷ്യൻ ആകെ പകച്ച് ആകെ ഒരു ചിന്താക്കുഴപ്പം നിൽക്കുകയാണ്. ആരെ സ്വീകരിക്കണം, ആരെ തേടിപ്പോണം, ആരെ ആശ്രയിക്കണം? A common man who is in quest for the truth, he is wonderstruck. Whom shall I follow? Whom shall I seek for? How can I have a quest for the truth? എന്നാൽ തുറന്നു പറയട്ടെ, ഒറ്റ രക്ഷകനേ ഉള്ളൂ. നിന്റെ സമാധാനത്തിന് പരിഹാരത്തിന് ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് യേശു മാത്രം. But here comes a transparent statement. There is just one for the solution for your sin. There is just one Savior. That is Jesus. അതുകൊണ്ട് എന്റെ സമാധാനക്കെടിന്റെ പരിഹാരം തരുവാൻ കഴിയുന്ന ഏക വ്യക്തി ക്രിസ്തുവാണ്. എന്റെ ഭാര്യയ്ക്കോ എന്റെ ഭർത്താവിനോ എന്റെ വൈദികർക്കോ എന്റെ സ്നേഹിതർക്കോ നാട്ടിൽ ആർക്കും തന്നെയും എനിക്ക് സമാധാനം സാധ്യമല്ല, യേശുവിന് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിച്ച് ഉൾക്കൊണ്ട് അവരുടെ അടുക്കിലേക്ക് ചെല്ലുക. Therefore, to give solution for my lack of peace, no parents, no teachers, no society, none around me can do it. However, only Jesus can do it. Have such a faith and draw close to Him. പക്ഷേ ചുമ്മാ അങ്ങ് ചെല്ലണമെന്നല്ല, നിന്റെ മനം തകർന്ന് നീ ചെയ്ത പാപത്തെക്കുറിച്ച് അനുതാപത്തോടെ കണ്ണുനീരോടെ അവന്റെ അടുക്കിലേക്ക് ചെല്ലുമെങ്കിൽ, but you shouldn't casually walk up to Him with tears and repentance of your sin. If you would draw nigh to Him, നിന്റെ പാപനിമിത്തവും അത് നിമിത്തം നിനക്ക് വരാൻ പോകുന്ന ന്യായവിധി നിമിത്തവും നിന്റെ പ്രശ്ന പരിഹാരം നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നല്ലെന്ന് ഓർത്ത് ആ കണ്ണീർ ഒഴുക്കിയവൻ തന്നെ നിന്നെ ചേർത്ത് പിടിച്ച് മകനെ മകളെ എന്ന് വിളിച്ച് നിന്നെ അംഗീകരിച്ച് തന്റെ ഒരു പൈതലാക്കി മാറ്റും. because of your sins, because of your actions of sins, because of the judgment that is awaiting your sin, He who shed the tears, He will draw you close, cling close to you, and He will say, son and daughter, I love you, and He will accept you. അതിനായിരിക്കും വേണ്ടുന്നത് യേശുവിന്റെ സ്നേഹത്തെ ദർശിക്കുക എന്നതാണ്. For that what you need is behold the love of Jesus. എന്ന് പറയട്ടെ, യേശു മാത്രം സ്നേഹം മാത്രമായിരുന്നിട്ടും ഇത് കാണാൻ കഴിയാതെ അനേക ഹൃദയങ്ങൾ കഠിനപ്പെട്ടിരിക്കുന്നു. Previous to say Christ is filled with love, however so many hearts are hardened not to see. യേശുവിന്റെ ക്രൂശീകരണമാണ് അവിടുത്തെ സ്നേഹത്തിന്റെ മൂർധന്യത. The crucifixion of Jesus is the pinnacle, the climax of His love. തന്റെ പാപത്തിന് വേണ്ടിയല്ല, എന്റെയും നിങ്ങളുടെയും പാപത്തിന് വേണ്ടി ക്രൂശിൽ പടഞ്ഞു മരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടാൽ ആർക്കാണ് ഹൃദയം തകരാത്തത്? No, not for His sins, not for the sins of Himself, but for you and for me. Because of the sins He who died wriggled with pain on the cross, which heart will not win? ആകയാൽ നിന്റെ കണ്ടുമുൻപിൽ ഈ ചിത്രം വരട്ടെ, എന്റെ രക്ഷകൻ എനിക്ക് വേണ്ടി എനിക്ക് പകരം ക്രൂശിതനായി കിടക്കുന്നു. Therefore may this image arrive before you, my Savior. Lo, He hangs on the cross for my sin. ഞാൻ അവന്റെ അടുക്കലേക്ക് ചെല്ലും. I go unto Him. ഞാൻ എന്റെ പാപങ്ങൾ ഏറ്റു പറയും. I will confess my sin. ഹൃദയാനുതാപത്തോടുകൂടെ ഞാൻ അതിനെ ഏറ്റുപറഞ്ഞ് എന്നേക്കുമായി ഉപേക്ഷിക്കും. With a broken heart I will confess and leave it once and for all. എന്റെ ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലം മുഴുവനും എന്റെ രക്ഷകൻ മതി, രക്ഷകൻ മാത്രം മതി. And the remaining days of my life I just need my Savior. He's
all I ഈ need. ലോകത്തിൽ എത്രയോ സ്നേഹങ്ങളെ കണ്ടു, എത്രയോ വ്യാജ സ്നേഹങ്ങളെ കണ്ടു. എന്നാൽ യേശുവിന്റെ സ്നേഹം യഥാർത്ഥമാണ്. അവന്റെ സ്നേഹം മതി. അവന്റെ ജീവകാലം മുഴുവൻ യേശുവിന്റെ സ്നേഹം മാത്രം മതി. I met many loves. I met so many fake and false loves. However, now I met my Savior Jesus and His love. His love is all I need. ഉടനെ പഴയ ഗാനമുണ്ട്, ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക, പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി മരക്രൂശിൽ മരിച്ചുവല്ലോ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക, പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി മരക്രൂശിൽ മരിച്ചുവല്ലോ. വീണ്ടെടുക്കുവാൻ വിലയേകുവാൻ ജീവരക്തവേഗനായി ചൊരിഞ്ഞുവല്ലോ. വീണ്ടെടുക്കുവാൻ വിലയേകുവാൻ ജീവരക്തവേഗനായി ചൊരിഞ്ഞുവല്ലോ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീൻ, മഹത്വരാജനായി നിന്നിരിക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവസ്നേഹം, കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ബോധ്യമുള്ളവർ മാത്രം കരമുയർത്തി ഒരു ശക്തിയായ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. നമ്മുടെ സമാധാനത്തിലുള്ളത് നാം അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആശിക്കുന്ന വേറെ പല കാര്യങ്ങളുണ്ട്. There are lots more things that the Lord desires of us. Have we known the things for our peace? നമുക്ക് കണ്ണിനെ മറന്നിരിക്കുന്നതും അതോർത്ത് മറന്നിരിക്കുന്നതും കർത്താവ് ദുഃഖിക്കുന്നതുമായ വേറെ പല കാര്യങ്ങൾ. Many things that are hid from our eyes and the Lord is grieving over it. ഹോശേയ പ്രവചനം 11-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ In Hosea chapter 11 the 3rd verse. ദൈവം ചെയ്ത ഉപകാരങ്ങൾ, നന്മകൾ ദൈവം തന്നു എന്ന് അറിയാതിരിക്കുന്നതോർത്തിട്ട് ദൈവത്തിന് ദുഃഖമുണ്ട്. The blessings and the benefits that Lord did, however, people are ignorant that He did it. God is grievous. വായിക്കാം. ഞാൻ എഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു, ഞാൻ അവരെ എന്റെ ഭുജങ്ങളിൽ എടുത്തു, എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കിയെന്ന് അവർ അറിഞ്ഞില്ല. ഞാൻ അവനെ സൗഖ്യമാക്കിയെന്ന് അവൻ അറിഞ്ഞില്ല. But he didn't know that I healed him. അവൻ നമ്മളെ സൗഖ്യമാക്കിയെന്ന് നാം അറിഞ്ഞിട്ടില്ല. We haven't known that He healed us. ചിലരുടെ കാര്യമെങ്കിലും അതൊരു വാസ്തവമാണ്. Case of some, that's a reality. ഇസ്രായേൽ ജനതയെ പോലെ നാമും ദൈവം ചെയ്ത ഉപകാരങ്ങൾ തിരിച്ചറിയാതിരിക്കുന്നു. ആരാണ് ചെയ്തത്, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? Just like the Israelites, we are not able to discern and decipher the blessings done by God. Who did it? രോഗിയായി തീർന്നു, മരണം സംഭവിക്കാമായിരുന്നു, എങ്കിലും സൗഖ്യമായി. പക്ഷെ ആരാണ് സൗഖ്യമാക്കിയത്? We were sick, we were about to die, but we were liberated. Who healed me? അപകടം സംഭവിച്ചു, ഹോസ്പിറ്റലൈസ്ഡായി. ആ കാല് മുറിച്ചു മാറ്റാമായിരുന്നു, മാറ്റേണ്ടി വന്നില്ല. കൈ മുറിച്ചു മാറ്റേണ്ടി വന്നില്ല. ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമായിരുന്നു, പക്ഷെ അത് ഒഴിവായി. പക്ഷെ ആരാണെന്ന് ചെയ്തത്? Met with an accident, suffered injuries, hand and legs were to be chopped out. However, I was spared from it. But who did it? അത് ദൈവമാണെന്ന് നീ ഇതുവരെയും അറിഞ്ഞിട്ടില്ല. Either to you haven't known that it is God. നീ ആശ്രയിച്ചതായ ഡോക്ടറുടെ സാമർത്ഥ്യം കൊണ്ട്, മരുന്നിന് ശക്തി കൊണ്ടെന്ന് നീ ചിന്തിക്കുന്നു. You thought it's because of the expertise of the doctor who treated you and the fervency of the medicine. ഡയറ്റ് കൊണ്ടോ ശുശ്രൂഷ കൊണ്ടോ നിമിത്തം രോഗം സുഖമെന്നോ നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. Because of your treatment, because of your diet, you feel that your sickness has been amended. പക്ഷേ ഒരു യാഥാർത്ഥ്യം അറിയുക, കർത്താവാണ് നിന്നെ സുഖമാക്കിയത്. But no, but reality, the Lord healed you. നിന്റെ കാല് മുറിക്കാതെ വണ്ണം, നിന്റെ കൈ മുറിച്ചു മാറ്റാതെ വണ്ണം തടഞ്ഞത് നിന്നെ സ്നേഹിക്കുന്ന കർത്താവാകുന്നു. Yes, your hand and your feet is severed. What blocked you is God. നിന്നെ ഏറ്റവും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ മടത്തില്ലാതെ ഐസിയുവിലെ വെന്റിലേറ്ററിൽ കിടന്ന് നീ മരണമടയാതെ നിന്നെ അവിടുന്ന് ദീപനോട് പുറത്തു കൊണ്ടുവന്നത് നിന്റെ കർത്താവാണെന്ന് ഇന്നും അറിയാതിരിക്കുന്നു. When the ones around you, they were waiting before the ICU, you were counting the days for death. However, the Lord brought you out. It is God alone and you don't know it. നീ അപകടത്തിൽ വീണ് അവിടെ കിടന്നപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല, ആരും കണ്ടില്ല, ആരും നിന്നെ സഹായിക്കാൻ വന്നില്ല. പക്ഷേ നീ വിടുവിക്കപ്പെട്ടു. അത് കർത്താവാണ് വിടുവിച്ചതെന്ന് ഇപ്പോഴും നീ അറിയാതിരിക്കുന്നു. When you met with the accident, no one turned back, no one noticed, no one looked at you. However, one came and told about you, you were not knowing that was God. കർത്താവിന് സങ്കടം വരാതിരിക്കുമോ? Will God not be grievous? ഇത്രയും വലിയ നന്മ, ഇത്രയും വലിയ ഉപകാരം അനുഭവിച്ചിട്ടും ഉപകാരം നൽകിയവനെയും നന്മ ചെയ്തവനെയും തിരിച്ചറിയാത്തൊരു ജീവിതം എത്ര
ദുഃഖകരമാണ്. After experiencing lot of benefits, lot of blessings, you're not discerning the source of the blessing. How grievous is that ഈ life? രാത്രിയിൽ ഒരിക്കൽ ഓർപ്പിക്കുന്നു, കർത്താവാണ് നിന്നെ സുഖമാക്കിയത്, കർത്താവാണ് നിന്നെ വിടുവിച്ചത്, നീ അവന് വേണ്ടി എന്ത് ചെയ്യും? Tonight I remind you, God healed you, God delivered you. In turn, what will you do for Him? നിന്റെ പ്രശ്നം ചെറുതായിരുന്നില്ല, അത് അസാധ്യം പോലെയായിരുന്നു, പക്ഷേ അത് സാധ്യമാക്കുന്നത് ദൈവമാണ്. Your problem was in minor, that was near to impossible, but God made it possible. പക്ഷേ നീ അത് അറിഞ്ഞിട്ടില്ലല്ലോ. But haven't you known it? മർക്കോസിന്റെ വിശേഷം 5-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, In Mark's Gospel, chapter 5, verse 29, 12 വർഷമായി രോഗിയായിരുന്ന, അനേക ഹോസ്പിറ്റലിൽ പോയി വൈദ്യന്മാർ ഏറെ സഹിച്ചിട്ടും സുഖം വരാത്ത ഒരു സ്ത്രീ യേശുവളെ കണ്ണിമിക്കുന്നിടയിൽ സുഖമാക്കി. 12 years a woman who was afflicted with a disease. She visited many hospitals, lot of physicians. However, she wasn't healed. In just a touch, she was healed by Jesus. ഒന്ന് വെറുതെ ഒരു നീണ്ട കഥ കേൾക്കുന്ന പോലെ കേട്ടുകൊണ്ടിരിക്കാതെ 12 വർഷത്തെ നിരന്തരമായ ദുരിതങ്ങൾ മുഴുവനും അവന്റെ വസ്ത്രത്തൊങ്ങലെന്ന് തൊട്ട മാത്രയിൽ സുഖമായി. ചെറിയ കാര്യമാണോ? Don't hear it as a detailed narration. Think about it. 12 long years she was sick. The moment touched the fringe of his garment healed. Is it a trivial thing? പക്ഷെ ഒരു സന്തോഷ വാർത്തയുണ്ട്, അവൾ അത് തിരിച്ചറിഞ്ഞു. There is a glad news. She discerned it. ഞാൻ പണ്ടങ്ങാണ്ട് കഴിച്ചതായ മരുന്നിന്റെ ഒരു ശക്തി കൊണ്ട്, പണ്ടങ്ങാണ്ട് നേരത്തെങ്ങാണ്ട് ചെയ്ത ട്രീറ്റ്മെന്റിന്റെ ഒരു അനന്തര ഫലം കൊണ്ട് ഇപ്പോൾ സുഖമായി എന്നുള്ള ബുദ്ധിമോശവും നമ്മൾക്കുണ്ടായില്ല. She wasn't foolish enough to think that because of the treatment that I took place years back, because of the physicians I consulted years back, I'm healed now. ഞാൻ പൂർണ്ണമായി കൈവിടപ്പെട്ടവളായിരുന്നു, ഞാൻ പൂർണ്ണമായി നിരാശയായിരുന്നു, എനിക്ക് രക്ഷയ്ക്കും സൗഖ്യം ഒരു വഴിയുമില്ലായിരുന്നു. യേശു തന്നെയാണ് എന്നെ സുഖമാക്കിയത്. In total depression, utter despair, no scope for hope, Jesus himself healed me. പക്ഷേ യോഹന്നാൻ 5:13 മറ്റൊരു വ്യക്തിയെ നമ്മൾ കാണുന്നു. But in John 5:13 we meet another person. 38 വർഷമായ തളർവാദ രോഗിയായി കിടന്നു, യേശുവിനെ സൗഖ്യമാക്കി. പക്ഷേ യേശുവാണ് സൗഖ്യമാകും തിരിച്ചറിയാതിരുന്നു. 38 years he was paralyzed. Jesus touched and healed him. He doesn't identify that Jesus is the healer. എന്ത് പറയും, എത്രയോ വർഷങ്ങളായി നീ രോഗിയായിരുന്നു, കഷ്ടത്തിലായിരുന്നു, ഇന്ന് നിനക്ക് സുഖമുണ്ട്. എങ്ങനെ സുഖമായി? യേശു നിന്നെ സുഖമാക്കി. Likewise, for years together you were afflicted, you were sick, and now you're healed. How were you healed? Jesus healed you. അത് നീ തിരിച്ചറിയാതിരിക്കുന്നതിനാൽ, അതിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നതിനാൽ യേശു നിന്നെ നോക്കി ദുഃഖിക്കുകയാണ്. Since you're not identifying it, since it's veiled to your eyes, oh, Jesus grieves about you. ഇപ്പോഴെങ്കിലും ആരാണ് സുഖമാക്കും തിരിച്ചറിഞ്ഞ, ഇപ്പോഴെങ്കിലും നിന്റെ ഇരുകരങ്ങൾ ഉയർത്തി എന്റെ യേശുവേ നിനക്ക് നന്ദി എന്നൊന്ന് പറഞ്ഞുകൂടായോ? At least now, can't you understand who healed you? At least now, can you lift up your both hands and say, Jesus, you healed me. I am thankful. ഞാൻ മനുഷ്യരാൽ കൈവിടപ്പെട്ടിരുന്നു, നീയാണ് എന്നെ രക്ഷിച്ചത്. I was rejected by men, but you saved me. അനേക വർഷങ്ങളായി എന്നെ സുഖമാകുന്നുള്ള ആശ പോലെ നശിച്ചു പോയിരുന്നു. എന്റെ കർത്താവേ, നീയാണ് എന്നെ സൗഖ്യമാക്കിയത്. For years together, I lost the hope I would be healed, but my Lord, you healed me. എന്നെ സഹായിക്കാൻ ആരുമില്ലാതെ ഈ ആപത്തിൽ ഞാൻ നശിച്ചു പോയി എന്ന് വിചാരിച്ചു, പക്ഷേ നീയാണ് എന്നെ വിടുവിച്ചത്. I thought I would perish in the midst of the accident with no one to help me, but Lord, you healed me. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, നിന്റെ സ്നേഹത്തിനും കരുതലിനുമായി നന്ദി എന്ന് നമുക്കൊന്ന് പറഞ്ഞവന്റെ നാമത്തെ ഉയർത്താം. Praise you, Jesus. Thank you, Jesus, for all your blessings and goodness. Shall we praise him now? അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അത് ചെറുതാണെന്ന് വിചാരിക്കാതെ, ചെറുതെന്ന് പറയുന്നത് ഒന്നുമില്ല. അവൻ ഉപകാരം എല്ലാം വലുത് തന്നെ. അതിനായി നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. Don't forget any of its benefits. There is no trivial or last thing. Let's be accountable for everything. Let's thank him and praise him. അറിവുള്ളവര് സൗഖ്യം മാത്രമല്ല, Beloved, not just healing. അതെത്രയോ നന്മകൾ തന്നവനെ തിരിച്ചറിഞ്ഞിട്ടില്ല. Those who gave us bevy of blessings him, we haven't discerned it. ഹോശേയ പ്രവചനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, In Hosea chapter 2, the 2nd verse, ഇസ്രായേൽ ജനത്തിന് ധാന്യവും വീഞ്ഞും എണ്ണയുമൊക്കെ കൊടുത്തത് യഹോവയാണെന്ന് അവരറിഞ്ഞില്ല. they didn't know that to the people of Israel, God gave them the corn, the wine, and everything. അവർക്ക് ഇതൊക്കെയായിരുന്നെങ്കിൽ നമുക്ക് മറ്റു പല കാര്യങ്ങളായിരുന്നു. If they were given these things, we were given something else. എല്ലാം ആരാണ് തന്നത്? Who gave it all? വീട് ആരാണ് തന്നത്? Who gave the house? ഉദ്യോഗം ആരാണ് തന്നത്? Who gave the profession? മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം ആരാണ് തന്നത്? Who gave sound education for your ഒരു kids? സാധ്യതയില്ലാത്ത സ്ഥാനത്ത് ഒരു വഴി തുറന്നത് ആരാണ് തുറന്നത്? Who opened the way in the way there was no scope? അതേ ഒരു വാഹനം ആരാണ് തന്നത്? Who gave the vehicle? എന്റെ ഹൃദയത്തിന് ദീർഘകാലാഗ്രഹങ്ങൾ സഫലമാക്കിയത് ആരാണ്? അത് യേശു തന്നെയാണ്. യേശു മാത്രമാണ്.
long ambitions of your heart who fulfilled it, that's Jesus, Jesus alone. പക്ഷേ അത് തിരിച്ചറിയാതിരിക്കുന്നതിൽ കർത്താവിന് ദുഃഖമുണ്ടാകും. But the Lord is grievous since you're not able to understand it. അതെ, ഇപ്പോഴെങ്കിലും പറയാമോ, കർത്താവേ നീ തന്നതല്ലാതെ എനിക്ക് വേറൊന്നുമില്ല. At least now will you say, Lord, other than what you gave me, I have nothing. എനിക്കുള്ളതെല്ലാം നീ തന്നത് മാത്രമേ ഉള്ളൂ. എന്റെ സമ്പാദ്യം കൊണ്ടും എന്റെ സാമർഥ്യം കൊണ്ടും എന്റെ സ്വന്തക്കാരും ബന്ധുക്കളും തന്നതായി ഒന്നുമില്ല. Everything that I have, that's all that you give. Because of my ability, my kith and kin, nothing I received. എനിക്കുള്ളതെല്ലാം നിന്റെ നല്ല ദാനം മാത്രമാണ്. Everything that I have is only your good gift, Lord. കേവലം ചില വാഹനത്തിൽ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എഴുതി വയ്ക്കുന്നു. പക്ഷേ ആ എഴുത്തുകൊണ്ട് മാത്രം ഇരിക്കാതെ രാവും പകലോ ചിന്ത നമ്മളെ ഭരിക്കട്ടെ. ഇത് ദൈവത്തിന്റെ ദാനം തന്നെ, ദൈവം തന്നത് തന്നെ. നന്ദിയുള്ള ഹൃദയത്തിൽ സ്തോത്രം ഉയർന്നുകൊണ്ടേയിരിക്കട്ടെ. The vehicles that we write the inscription gift of God, but that's not enough. Every moment of our life, let's be going with the thought that all these are the gifts of God, and let's unceasingly thank Him. എവിടെയും കൊടുത്തത് ദൈവമാണോ ഇസ്രായേൽ അറിഞ്ഞില്ല. ഇവിടെയും 9-ാം വാക്യത്തിന് മുന്നറിയിപ്പുണ്ട്, ഞാനത് തിരിച്ചെടുക്കും. Israel didn't know that corn, wine and oil was given by the Lord God. Verse number 9 puts forward a warning, I shall withdraw it. പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു. ആ ശബ്ദത്തിന് മുൻപാകെ ഞാൻ നിനക്ക് തന്നത് നിനക്ക് നന്ദിയില്ലാത്തതിനാൽ, ഞാനാണ് തന്നറിയാത്തതിനാൽ അവൻ മഹത്വം കരേറ്റത് ഞാനത് തിരിച്ചെടുക്കും. I am wonderstruck before those words. I gave it to you, you don't discern it, so I will withdraw. നമുക്കത് സംഭവിക്കാതിരിക്കട്ടെ. That did not happen upon us. അവിടെ തന്നതെല്ലാം ജീവകാലം മുഴുവൻ ഉപയോഗിപ്പാൻ നമുക്ക് ഇടവരട്ടെ. Everything that He gave us for the days of our life, let's make use of it. ആരോഗ്യം നമുക്ക് നിലനിൽക്കട്ടെ. Let the health be sustained. സമ്പത്ത് നിലനിൽക്കട്ടെ. The wealth be sustained. വരുമാന മാർഗങ്ങൾ നിലനിൽക്കട്ടെ. Way of livelihood sustained. സ്വന്തം മക്കളോ ജീവിത പങ്കാളിയോ നമുക്ക് എന്നും നമ്മോട് ഉണ്ടായിരിക്കട്ടെ. Children and our life partner, let them be with us forever. അവിടുന്ന് തന്നതിന് തിരിച്ചറിയാതൊന്നില്ലാത്തതിനാൽ അത് തിരിച്ചെടുക്കുന്ന ഒരു ദുരന്തം നമുക്കാർക്കും വരാതിരിക്കട്ടെ. Let not a disaster land upon us since we are ungrateful and He will withdraw that He gave us. ഇന്നേക്ക് 60 വർഷങ്ങൾക്ക് മുൻപ് 6 decades back, ഹൈറേഞ്ചിൽ മുണ്ടേരിയം എന്ന സ്ഥലത്ത് in Muntiriam in High Range, ഒരു ഓർവാർഡ് സഭയിലെ ഒരു സമ്പന്ന കുടുംബത്തിലെ ഒരു സ്ത്രീ, a woman in a separated fellowship, a wealthy house, ക്രോണിക് ആസ്മയാൽ കഷ്ടപ്പെട്ട് കയറ് കെട്ടിയിട്ട കയറ് തൂങ്ങിക്കിടന്നിങ്ങനെ വലിക്കുമായിരുന്നു. and she was suffering with chronic asthma. She used to land here and there on the tight cord. ഒരു ഡോക്ടറുമില്ല, ഒരു മരുന്നുമില്ല. No doctor, no medicine. ഒരു ശുശ്രൂഷകൻ ആ വീട്ടിലേക്ക് കടന്നു ചെന്നു. Worker visited the house, സുവിശേഷം പറഞ്ഞു, evangelized. ലോകസ്നേഹയായ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന് നിങ്ങൾ തന്നെ താഴ്ത്തുക. The woman struck with disease, he said, humble yourself before നിന്റെ God. ധനം നിനക്കൊന്നും ചെയ്യത്തില്ല. Your wealth won't save you. നിന്റെ ശരീരത്തിലുള്ള ആഭരണം നിനക്കൊരു ഒന്നിനും ഉപകാരപ്പെടുകയില്ല. The ornaments in your body, that should not benefit നീ you. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. Accept Jesus as your Savior. നിന്റെ ഈ വലിപ്പവും നിന്റെ പ്രശംസയും നിന്റെ ആഡംബരമൊക്കെ കളഞ്ഞ് കർത്താനുമാകെ ഒന്നുമില്ല എന്ന് പറ. യേശു നിന്നെ വിടുവിക്കും. Leave your greatness, leave your popularity, say before the Lord, and nothing the Lord will save you. അവൾ പറഞ്ഞു, അതേ ഞാൻ അത് വിശ്വസിക്കുന്നു പോലുമില്ല, എങ്കിലും ഞാൻ വിശ്വസിക്കട്ടെ. ഞാൻ എന്റെ എല്ലാ ആഡംബരങ്ങളും എന്റെ ആഭരണങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിച്ച് ദൈവം ലളിതമായ ജീവിതം നയിക്കും. എനിക്ക് സൗഖ്യം തന്നാൽ ഞാൻ ഇവിടെ ഒരു കൺവെൻഷൻ നടക്കുന്ന കാലത്ത് ഞാൻ സ്നാനമേറ്റ് കർത്താവിനെ ഉയർത്തുമെന്നൊരു തീരുമാനം പറഞ്ഞു. He said, even though I don't agree it, I believe it. When the baptism is conducted over here in a convention, I would come there, testify the Lord publicly. അത്ഭുതം, പൂർണ്ണമായ സൗഖ്യം. Oh, what a miracle! Absolute healing. വ്യക്തിപരമായി അറിയും. ഞാൻ അവരുടെ കരം കൊണ്ട് ആഹാരം വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട്. Personally, I know that particular sister. I've had food out of her own hands. ഒരു പാവപ്പെട്ട സഭ ദീർഘകാലങ്ങൾക്ക് ശേഷം ഒരു കൺവെൻഷൻ വെച്ചു. And she conducted a convention in a poor church for long days. അവരുടെ വാക്കുപാലിച്ച് സ്നാനമേൽക്കുന്ന കാത്തിരുന്നു. പക്ഷേ അവർ ഒഴിഞ്ഞു മാറിക്കളഞ്ഞു. And I was waiting for her word, for her to be baptized, but she evaded. ഇതിനകം ഒരിക്കൽ വേണ്ടാന്ന് വെച്ചത് ആഭരണം പെട്ടിയിൽ നിന്നെടുത്ത് അവരെ ധരിക്കുവാൻ തുടങ്ങിയിരുന്നു. The once forsaken ornament, she picked it from the box, she wore it again. ക്രോണിക് ആസ്മാദിന്റെ 10 മടങ്ങുകളിലേക്ക് മടങ്ങി വന്നു. Chronic asthma returned, 10-fold power. നരക ജീവിതം ആരംഭിച്ചു. Life like hell embarked. ശുശ്രൂഷകനെ അറിയിച്ചു, അയ്യോ വരണമേ, ഒന്നുകൂടെ പ്രാർത്ഥിക്കണമേ. അദ്ദേഹം പറഞ്ഞു, നീ എടുത്ത തീരുമാനപ്രകാരം നിനക്ക് ദൈവം സുഖം തന്നു, നീ ലംഘിച്ചു, ഇനി എനിക്ക് അവിടെ വരാനുള്ളതായി നടത്തിപ്പില്ല എന്ന് പറഞ്ഞു. Inform the minister, please, I plead, come to my house, heal me. But he responded, based on your decision, you didn't stand, you transgressed it, no more leadership for me to come there. ദീർഘകാല ദുരിതപ്പെട്ട രോഗത്തിൽ ആ മാന്യ സ്ത്രീ മരണമടയാനിടയായി.
owing to chronic diseases for prolonged days, finally she succumbed to death. അതെ, നമുക്ക് ദൈവം ചെയ്തതായ നന്മ നാം അറിഞ്ഞിരിക്കണം. The goodness of the Lord is done to us, we must know it. നിങ്ങളുടെ മക്കൾക്ക് ദൈവ നന്മ നിങ്ങൾ അവരെ അറിയിച്ചിരിക്കണം. The benefits God has done to your children, you should inform them. മക്കളെ എങ്ങനെയാ വളർത്തുന്നതെന്ന് അവരവർക്കറിയാം. Some know how they rear up their children. സഹോദരി പറഞ്ഞു കേട്ടോ, 4 മണിക്ക് എഴുന്നേറ്റ് ഭാര്യയും ഭർത്താവും മക്കളെ രണ്ടുപേരെയും നടുക്കിരുത്തി കൈയുയർത്തി സ്തോത്രം ചെയ്യിപ്പിക്കുമെന്ന്. A sister said, I would wake up my husband and all my kids early a.m. at 4 a.m. and I would join their hands and make them praise God. അതിനാൽ ആ മക്കൾ എങ്ങനെയായി തീർന്നു സാക്ഷ്യത്തിന് കേട്ടല്ലോ. And in the testimony we heard, what about the future of the children? 2-ാം അധ്യായത്തിൽ യേശു പച്ചവെള്ളം വീഞ്ഞാക്കി ഒരു വലിയ നാണക്കേടിൽ നിന്ന് ആ വിവാഹ വീടിനെ രക്ഷിച്ചു. John's Gospel chapter 2, Jesus turned water into wine and he pulled out the family from a whole embarrassment. അതെ, ആ മെച്ചപ്പെട്ട രുചിയേറിയതായ വീഞ്ഞ് കൊടുത്ത് എല്ലാവരും സന്തോഷിപ്പിച്ച് പറഞ്ഞു വിട്ടു. And that precious wine that was given for the second time, everyone were glad and turned off. പക്ഷേ കൽപാത്രത്തിൽ വെള്ളം നിറച്ച വേലക്കാരല്ലാതെ ആ വീഞ്ഞിന്റെ റൂളർ താൻ ഇതെവിടുന്നറിഞ്ഞില്ല. Except the workers who filled the water in the stone pot and the head of that particular master of the family, he didn't know from where this wine came. നിങ്ങളുടെ മക്കൾക്ക് കർത്താവിന്റെ ഉപകാരം അവരെ പറഞ്ഞു പഠിപ്പിക്കണം. എഴുതി കഴുത്ത് കെട്ടി തൂക്കിയിട്ടവനെ യുകെക്ക് വിടണം. You should teach and train the goodness of the Lord has come to your children. You should write it down on a piece of paper, give it to him and then send him to US. അവനെ മുഖത്ത് നോക്കി പറയണം, മകളെ ദൈവമാണ് നിന്നെ ഇത്രത്തോളമാക്കിയത്, നീ മറക്കരുതെന്ന് പറഞ്ഞു തന്നെ വിടണം. അല്ലെങ്കിൽ അവർക്കും ആപത്ത് നിനക്കും ദുഃഖമായിരിക്കും. Look at the face of the daughter and say, Lord grew you to so much extent. Therefore, if you don't do though, it's grievous for you and your children. ഒരു അക്രൈസ്തവ കുടുംബത്തിൽ ഒരു സ്ത്രീ യേശുവിനെ അറിഞ്ഞത് തന്റെ ഒരു മകൾ ജനിച്ചപ്പോഴാണ്. A woman out of a non-Christian family, she came to know about Jesus by the birth of her child. നല്ല കണ്ടാൽ നല്ല സുന്ദരിയായ കുഞ്ഞ്, പക്ഷേ സംസാരിക്കത്തില്ല. Gorgeous child in appearance, however, she was dumb. കുഞ്ഞിനെ കൊണ്ട് ആശുപത്രിയിൽ പോയി ഒരു പ്രയോജനം ഉണ്ടായില്ല. Took the child to the hospital, it was futile. ഒടുവിൽ കർത്താവായ യേശുവിന് മുൻപാകെ വീണു. Finally, she fell before Jesus. ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. The people of God prayed for her. അവൾ കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ തീരുമാനിച്ചു. She made up her mind to obey the commandments of Jesus. ക്രമേണയായി അവൾ സംസാരിപ്പാൻ തുടങ്ങി. Gradually, she started to speak. ആദ്യമൊക്കെ കൊത്ത സംസാരിച്ചെങ്കിലും പിന്നീട് നല്ല തെളിവായി സംസാരിക്കാൻ തുടങ്ങി. Initially, fumbled speech, however, then she became speaking eloquently. സ്കൂളിൽ ചേർത്ത് സാധാരണഗതിയിൽ പഠിച്ചു. Joined her in a school, given fine education. അവൾ കുറച്ച് വളർന്ന് അല്പ സൗന്ദര്യമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പൊ സിനിമാ പാട്ട് പാടി നടക്കുകയാണ്. Once the child grew with some sort of beauty, now she's singing film songs. ഇപ്പൊ ആൽബത്തിലൊക്കെ അഭിനയിച്ചും കെട്ടിപ്പിടിച്ചും ചാടിയും തുള്ളിയും പാട്ടും പാടി അങ്ങനെ നടക്കുകയാണ്. Now she's taking part in item dances in different cinemas and she's doing all sort of stuff. സംസാരശേഷിയില്ലാതെ ജനിച്ച അവൾക്ക് സംസാരശേഷി കൊടുത്തത് യേശുവാണെന്ന് അറിയുന്നില്ല. യേശുവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നില്ലയോ? By birth she was dumb. Jesus gave her the ability to speak. She's not informed of it. Won't tears roll down the eyes of Jesus? പ്രിയമക്കളെ, കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, നിങ്ങൾക്കായി ദൈവം ചെയ്ത് എന്തെന്ന് അപ്പനമ്മമാരോട് ചോദിച്ചറിഞ്ഞ ജീവകാലം മുഴുവനും നന്ദിയുള്ളവരായി ജീവിക്കുവിൻ. യേശുവിനെ കളയരുത്. People of God, children, youngsters, understand from your parents all the blessings you receive from Jesus and be filled with gratitude towards the things of your life. Be not ungrateful. അങ്ങനെ ഇല്ലാത്തതിനാൽ കർത്താവ് നിന്നെ നോക്കി നിനക്ക് സൗഖ്യമുണ്ടായത്, വിടുതലുണ്ടായത്, നിന്നെ സൂക്ഷിച്ചത് ആയുസ്സ് എന്തിനെന്ന് തിരിച്ചറിയാൻ കർത്താവിന് ദുഃഖമുണ്ട്. Since you're not understanding about your blessings, about the healing of your sickness, about your deliverance, the Lord is grieved. യേശുവിന്റെ ദുഃഖം മാറ്റുവാൻ ഈ കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, ഒരു തീരുമാനം ഇന്ന് രാത്രി എടുക്കുമോ? Remove the grief of Jesus. Children, youngsters, will you make up a decision at least tonight? എന്നെ ഞാനാക്കിയത്, എന്നെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്നത്, ഇന്ന് ഞാനിങ്ങനെ ജീവിക്കുന്നു, നന്മയെല്ലാം എന്റെ മാതാപിതാക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയും എന്നെ സ്നേഹിക്കുന്ന കരുണാർദ്ദനായ ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് പറഞ്ഞ ഈ ദൈവത്തെ ഞാൻ ഒരിക്കൽ ദുഃഖിപ്പിക്കുകയോ യേശുവിനെ വിട്ടുപോകുകയോ ജീവകാലം മുഴുവനും ഞാൻ അവന്റെ സ്നേഹപ്രകാരം ജീവിക്കുമെന്ന് ഒരു ഉടമ്പടി ചെയ്ത് കടന്നു വരിക. What I am, where I am, what I am today is because of the tears of my parents and because of the mercy of Lord Jesus Christ and all the blessings He did unto me. Let's make a covenant and a decision and spend the rest of our days. അടുത്തത് ഉൽപ്പത്തി 28:16 വാക്യത്തിൽ വായിക്കുന്നത്, Further in Genesis 25:16, ഗോത്രപിതാവായ യാക്കോബ് തന്റെ പ്രയാണമധ്യേ ഒരു കാട്ടിൽ അന്തി ഉറങ്ങി. Jacob, the head of a tribe, in the midst of his journey, he slept in a jungle in the night hour. എന്നാൽ അവൻ കിടന്നുറങ്ങിയ സ്ഥലം
ദൈവസാന്നിധ്യം ഉള്ളതും ദൈവത്തിന്റെ ആലയവുമാണെന്നുള്ള അവൻ അറിഞ്ഞില്ല. But the place where he laid and he slept, he didn't know that that was the presence of God, the temple of ഒരു God. സ്വപ്നം കണ്ട് ഉണർന്ന് പറയുകയാണ്, അയ്യോ ഈ സ്ഥലം എത്ര ഭയങ്കരവും ദൈവത്തിന്റെ ആലയമാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. He came out of his dream and he's saying, oh, terrific is this place. This is nothing but the temple of ആലയം God. ആരാധിപ്പാനുള്ള സ്ഥലമാണ്. Temple is a place to worship. ഇന്ന് പലർക്കും ആരാധിക്കണം ആഗ്രഹമുണ്ട്, പക്ഷേ ആലയം ഏതെന്ന് അറിഞ്ഞുകൂടാ. Today many people long to worship, but they don't know the temple. അവിടെ ഇവിടെയും മാറിയും തിരിഞ്ഞും ഓടി നടക്കുകയാണ് ആരാധിക്കാനുള്ള സ്ഥലം, നല്ല സ്ഥലം തേടി. Here, there, running hither, thither, they're roaming about for searching a good place to ഒരു worship. കൂട്ടായ്മയുടെ ആവശ്യകത ബോധ്യമുണ്ട്, പക്ഷേ ഏതാണ് സഭ തെരഞ്ഞെടുക്കണമെന്ന് അറിയുന്നില്ല. They're convinced of the need for a fellowship, but they're not able to choose the right church. ഞാൻ ഒന്ന് പറയാം, Let me tell you one thing. നീ ഒരു സത്യാന്വേഷിയാണെങ്കിൽ, If you are a seeker of the truth, നീ ഒരു പരമാർത്ഥിയാണെങ്കിൽ, നീ എവിടെ ആരാധിക്കണമെന്ന് കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരും. if you are sincere and upright, the Lord shall reveal you where you should worship. ഇവിടെ ആയിരിക്കുന്ന അനേകർ ഇവിടെ ആയിരിക്കുന്നത് കർത്താവ് വെളിപ്പെടുത്തിയിട്ടാണ്. Many people that are seated over here sit here because the Lord revealed. മുമ്പേ ബഹുമാനപ്പെട്ട പാസ്റ്റർ പറഞ്ഞതുപോലെ കട്ടും കെട്ടുമാണെന്ന് പറഞ്ഞ ഒരുത്തിനൊന്ന് ഓലപ്പാമ്പിട്ട് പേടിപ്പിച്ചാൽ ഈ കൂട്ടായ വിശ്വാസം സത്യം വിട്ടു പോകത്തില്ല. As esteemed pastor reminded, they say it is cult and erroneous doctrines, and if they try to persuade you to quit, no one would quit this fellowship. ഇതാണ് ആലയം, ഇതാണ് സത്യം, ഇതാണ് ആരാധന, ഇതാണ് ഉപദേശം, ഇതാണ് കൂട്ടായ്മ എന്ന് കർത്താവ് വെളിപ്പെടുത്തി അറിഞ്ഞു, അതുകൊണ്ട് നിലനിൽക്കുകയാണ്. This is the truth, this is the temple, this is the fellowship the Lord unveiled, so we stand. പക്ഷേ ഒരു ചോദ്യം, ഇന്നും ഇത് തിരിച്ചറിയാത്തവരായി ശബ്ദം കേൾക്കുന്നെങ്കിൽ കർത്താവ് നിനക്കത് വെളിപ്പെടുത്തി തരുമാറാകട്ടെ. But here comes a question. If you don't know what you are here, even now, may the Lord reveal it to you. എവിടെ ആരാധിക്കണം, ഏത് കൂട്ടായ്മ തിരഞ്ഞെടുക്കണം, ഏത് സഭയിൽ ചേർന്ന് നടക്കണമെന്ന കൺഫ്യൂഷൻ തീർക്കുന്ന ഒരു യേശു ഉണ്ട്. Where you should go, where you should worship, which is your fellowship, to clear your confusion, there is a Jesus. യേശുവിനെ ഈ ജീവിതകാലത്ത് യേശു ശമരിയിലോട്ടൊന്ന് പോയി. During the days of Lord Jesus, he visited Samaria, അവിടെ ഒരു കിണറ്റിനരികെ ഇരുന്നു. and he sat near a well. എല്ലാം മനഃപൂർവ്വമായി ഒരേ ഒരു സ്ത്രീയെയും തേടി അവളിലൂടെ ഒരു ഗ്രാമത്തെ മുഴുവനും തങ്ങിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മുൻ പദ്ധതിയായി. No, I would say it was a preordained purpose to meet a woman and to bring the plan of God in her life. ഇവനെ ചെന്നിട്ടുന്നില്ല. ഒരു സ്ത്രീ വന്നു, അവളുമായി സംസാരിച്ചു. അവൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ പൂർവികന്മാർ പറയുന്നു ആ മല ആരാധിക്കണമെന്ന്, നിങ്ങൾ ചില ആൾ പറയും യഹൂദമല ഇവിടെ ആരാധിക്കണമെന്ന്. എവിടെ ആരാധിക്കണ്ടേ? Out of nowhere, a woman comes and asks, our forefathers say worship there, you say worship here, where should we worship? പാരമ്പര്യമായി പറയുന്നു അതാണ് ആലയം, വേറെ ചില പറയുന്നു ഇതാണ് ആലയം. ഏതാണ് ആലയം? Traditionalists say that's the temple, and the new people say this is the temple. Where is the temple? യോഹന്നാൻ 4:20 യേശു ഒരു വ്യക്തമായ മറുപടി കൊടുത്തു. John 4:20, clear reply extended by പിതാവ് Jesus. തന്നെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതാണ് യഥാർത്ഥമായ ആരാധന. Those who worship the Father will worship in the truth and the Spirit. That's the right worship. നീ ഇപ്പോൾ എവിടെ ആരാധനയ്ക്ക് പോകുന്നു, ഏത് ആലയത്തിലായിരിക്കുന്നു, ഒന്ന് സ്വയം ചോദിക്കുക. അവിടെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ കഴിയുന്നുണ്ടോ? Where you are today, where you go for worship, ask yourself, is there a right fellowship there? Are you worshiping in truth and spirit? അതായത് ആത്മാവിൽ, പരിശുദ്ധാത്മാ നിറവിൽ, യാതൊരു തടസ്സമില്ലാതെ, യാതൊരു വിഘ്നത്തുമില്ലാതെ, ആത്മാവിൽ എന്റെ ഭാഷയിൽ നിറഞ്ഞ് അപ്പോസ്തലൻ പോലെ ആരാധിപ്പാൻ നീ ആയിരിക്കുന്ന സ്ഥലത്ത് കഴിയുന്നുണ്ടോ? Without any hindrance, are you able to worship in the spirit, speaking unknown tongues properly with the apostles? Are you able to do that in the current fellowship? അടുത്തത് ആലയം എങ്ങനെയായിരിക്കണം, ആരാധകൻ എങ്ങനെയായിരിക്കണം, ആരാധിക്കുന്നത് എങ്ങനെ ജീവിക്കണം ഇത്യാദി സത്യങ്ങൾ, ഉപദേശങ്ങൾ അവിടെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ടോ? How should be the temple? How should be the worship? How should be those who worship there? Are such truths teach there? അങ്ങനെ പാരാൻകുട്ടി, എന്നാൾ നിങ്ങൾ സൈക്കിൾ കൊണ്ട് വന്നു, നാളെ നമുക്ക് കാറിൽ പോകാം, മറ്റന്നാൾ ഞാൻ ദർശനം കാണുന്നു, UK-ലോട്ട് മോള് പോകുന്നു, പിന്നെ കാനഡയിൽ വട്ടം മോൻ പറക്കുന്നു, പ്ലെയിൻ കാണുന്നു. ഇതൊക്കെയാണെങ്കിൽ അതൊന്നും ദൈവം തെരഞ്ഞെടുത്ത സ്ഥലമല്ല. On the flip side, if they give you promises, today you came in cycle, you're going to go back in a luxurious car. You came here in this land, however your children is going to go abroad. If they give you fine promises, those are not visions of ഭൗതിക God. നന്മകൾ വേണം, പക്ഷേ സ്വർഗത്തിൽ പോകുന്നതിന് ഭൗതിക നന്മ കൊണ്ട് എന്താ പ്രയോജനം? You are in need of worldly benefits, however for you to go to heaven, what's the use of these? യേശുവർ മുമ്പേ ദൈവരാജ്യ നീതി അന്വേഷിപ്പിക്കുന്നതോടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. But Jesus says, seek ye first the kingdom of heaven and his righteousness, and all these things shall be added unto you. യാക്കോബ് പറയുകയാണ്, ഈ സ്ഥലം ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. Jacob says, this place is the temple of God, nothing else. അത് നീ അറിയാതിരിക്കുന്നു, ഇത് അറിഞ്ഞാട്ടെ, ഈ സ്ഥലം ദൈവത്തിന്റെ ആലയം തന്നെ. You don't know it now, this place is the temple of God. ഇവിടെയാണ് നീ ആരാധിക്കേണ്ടത്. Here you should worship. ഈ ആലയത്തിൽ വന്നു കഴിഞ്ഞാൽ
ആ ആലയത്തിൽ വന്നവരോട് വിശുദ്ധ പൗലോസ് ചില കാര്യങ്ങൾ പറയാൻ. Once you come inside the temple, to those who came to the temple, St. Paul has got a list to say. തിമോഥെയോസിന് 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം. 1 Timothy chapter 3, the 15th verse. ആ ജീവനുള്ള ദൈവത്തിന്റെ ആലയമായ സഭയിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന്. You should know what way you should walk in the temple of the living God. അതെ, നീ ആലയം തിരഞ്ഞെടുത്തു, ആരാധന സ്ഥലം തിരഞ്ഞെടുത്തു. പക്ഷേ അടുത്ത ചോദ്യം, ദൈവസഭയ്ക്കുള്ളിൽ എങ്ങനെ നടക്കണമെന്നൊന്നും നീ അറിയാതിരിക്കുകയാണ്. You chose the temple, you chose the place of worship, but you don't know how to walk in the temple of God. വീണ്ടും നീ ആലയം ഏതെന്ന് അറിയാതിരിക്കുന്നതിൽ കർത്താവിന് ദുഃഖമുണ്ട്. നിന്നെ ആലയം ഏതെന്ന് മനസ്സിലാക്കി കൊടുത്തു, ആലയത്തിൽ നിന്നെ കൊണ്ടുവന്നെന്ന് വരികയും ആലയത്തിൽ എങ്ങനെ നടക്കേണ്ടെന്ന് അറിഞ്ഞ് നടക്കാത്തതിനാൽ കർത്താവിന് ദുഃഖമുണ്ട്. The Lord is grieved because you don't know the temple. Fine, He has given you the knowledge about the temple. You have come inside the temple, but you don't know how to walk in the temple. The Lord is grieved upon it. സഭയിൽ വന്ന ശേഷം എങ്ങനെയും നടക്കുവാൻ നോക്കരുത്. Even after coming to the church, don't walk according to your own fantasy. സഭയിൽ എന്തും നടത്തിയെടുക്കാമെന്ന് വ്യാമോഹിക്കരുത്. Don't try to pass different things inside the church. സഭ തർക്കത്തിനും വാഗ്വാദത്തിനുള്ള സ്ഥലമല്ല. Church is not a place for conflict and argument. വെല്ലുവിളിക്കും ഏറ്റുമുട്ടലുള്ള സ്ഥലമല്ല. Not for challenge and for tug of war. കയ്യാങ്കളിക്കും കോടതി കേസിന് പോകാനുള്ള സ്ഥലമല്ല. Not for physical fight and to go to court. ഇന്ന് ആരാധനാലയങ്ങൾ അങ്ങനെ അധപതിച്ചു പോകുന്നതിൽ കർത്താവിന് ദുഃഖമുണ്ട്. Today the Lord is grieved because the temples have fallen so. ഈ ആലയത്തിൽ വന്നോ, സഭയിൽ വന്നോ, രക്ഷിക്കപ്പെട്ടോ, സ്ഥാനപ്പെട്ടോ, ആരാധിക്കുന്നു പറയുമ്പോൾ എങ്ങനെ സഭയ്ക്കുള്ളിൽ നടക്കണമെന്ന് ഇന്നും നീ അറിഞ്ഞിട്ടില്ലാത്തതിനാൽ കർത്താവ് നിന്നെ ഓർത്ത് ദുഃഖിക്കുന്നു. You came to know about the temple, you came inside the temple, you worship there, however, you don't know how to walk in the temple. The Lord is grievous about ഈ you. പക്ഷം പിടുത്തവും വാഗ്വാദവും കയ്യാങ്കളിയും ഒക്കെ ആയിട്ട് നീ എന്തിനാ വെറുതെ നിന്റെ തലമുറയ്ക്ക് ഒരു ശാപം വരുത്തി വെക്കണം? With groupisms, debate, discussions, why are you bringing and why are you inviting curse to your generation? യെരുശലേം എന്ന് പറഞ്ഞാൽ അർത്ഥം സമാധാനത്തിന് നഗരം. Jerusalem means a city of peace. യെരുശലേമിന് സമാധാനമില്ലാടിയാൽ ക്രിസ്തു അതിനെ നോക്കി കരയുകയാണ്. Since Jerusalem is devoid of peace, oh, Christ pains about it. നിന്റെ പേര് കൊള്ളാം, പട്ടണമേ നിന്റെ പേര് കൊള്ളാം, പക്ഷേ പേര് ഉൾപ്പെട്ടിരിക്കുന്ന സമാധാനം നിനക്കില്ലല്ലോ. ഞാൻ നിന്നെ ഓർത്ത് ദുഃഖിക്കുന്നു. Jerusalem, you're a fine city, your name is fine, however, the peace in that name is lacking in a city so grievous. ഇന്നത്തെ ക്രൈസ്തവ ലോകം എങ്ങനെയായിരിക്കുന്നു? What about the state of the Christian world today? കത്തോലിക്ക സഭയെ നോക്കി, യാക്കോബായ ഓർത്തഡോക്സ് സഭകളെ നോക്കി യേശു കരയുകയില്ലേ? Looking at the Catholic and the Jacobite Orthodox churches, will not Christ weep? അതെ, അതിലെ വൈദികരെയും അന്മാരെയും നോക്കി, സഭാ സെക്രട്ടറിമാരെയും കമ്മിറ്റി അംഗങ്ങളെ നോക്കി, തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയും ഭാരവാഹികളെ നോക്കി യേശു കരയുകയില്ലേ? Looking at the priests, looking at the council, the election board, and different bill and authority, won't Jesus weep? സഭ എന്ന് പറഞ്ഞെങ്കിലും സഭയ്ക്കകത്ത് എങ്ങനെ ജീവിക്കണം എന്നൊക്കെ അറിയാടിയാൽ യേശു നിന്നെ നോക്കി കരയുന്നു. You say church, however you're not able to lead according to the appearance of the church, so Jesus is grievous about you. ഒരു ചാട്ടവാറെടുത്ത് നിന്നെ അടിക്കാൻ ഒങ്ങിയല്ല, പിന്നെയോ നിന്റെ അവസ്ഥ സഹതപിച്ചിട്ട് അവൻ നിന്നെ നോക്കി പറയുകയാണ്, നിന്റെ സമാധാനത്തിലുള്ളത് നീ ഇന്നെങ്കിലും അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. No, he doesn't pick a scourge, start to whip you, however, he's grievous and burdened thinking, oh, it would be good had you known about your peace. എന്തൊക്കെ സഭകളെ നോക്കി യേശു ഓലോല കണ്ണുവിനെടുക്കുന്നു എന്നതിന് തർക്കമില്ല. Today, looking at the Pentecostal community, there is no second thought that Jesus is gushing tears. നേതാക്കന്മാരെ വിശ്വാസികളെ നോക്കി സ്ഥാനമാനങ്ങൾക്കുള്ള കടിപിടി നിമിത്തവും ഈശ്വരന്മാരായ രാഷ്ട്രീയക്കാരെ പോലെ ലജ്ജിപ്പിക്കുന്ന കുതന്ത്രങ്ങളും കോടതി വ്യവഹാരങ്ങളും എന്തൊക്കെ സഭകളെയും അലട്ടുന്നതിൽ കർത്താവിന് ദുഃഖം കുറച്ചൊന്നുമല്ല. Looking at the leaders and the people at the forefront of the Pentecostal churches who are more ashamed than even the political leaders, Christ's shame and his weeping is not so little. പാരമ്പര്യ ക്രൈസ്തവ സഭകളിൽ വചനവിരുദ്ധത ഉണ്ടെന്ന് കൊട്ടിഘോഷിച്ചാണ് പലരും പെന്തക്കോസ്തിലേക്ക് വരുന്നത്. Many people come to Pentecost by proclaiming that in the traditional churches there is erroneous doctrine. എന്നാൽ ഇന്നും ധർമ്മവിരുദ്ധമായ ജീവിതത്തിലേക്കും അന്യായത്തിലേക്കും കൂപ്പുകുത്തുന്ന പെന്തക്കോസ്ത് വിശ്വാസികളെ കണ്ട് കർത്താവിന്റെ കണ്ണുനീര് വരുന്നു. However, even today, Pentecostal believers who move to lawless life and bad deeds, the Lord is moving with tears. ജീവിക്കേണ്ടതുപോലെ ജീവിക്കാത്തതിനാൽ, സത്യമനുസരിക്കടുകയാൽ, പരിശുദ്ധമായി ജീവിക്കടുകയാൽ, ദൈവനാമത്തിന് മഹത്വമായി തീരാടുകയാൽ നിന്നെ ഓർത്ത് കർത്താവ് ദുഃഖിക്കുന്നു. Since you're not living in the right manner, since you're not following the truth, since you're not being sincere in the truth, the Lord is grieving. നിങ്ങളുടെ സമാധാനത്തിനായി ഉള്ളത് നിന്റെ സഭയുടെ കൂട്ടായ്മയുടെ നീ ആയിരിക്കും സമൂഹത്തിലെ സമാധാനത്തിന് എന്ത് ചെയ്യണമെന്ന് നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. For you, for your church,
for the fellowship that you are in. If you knew about that peace, it would have been good. കർത്താവ് ഏറ്റവും താങ്ങാനാവാതെ കരയുന്നത് TPM സഭയെ കണ്ടിട്ടാണെന്നും കൂടെ ഞാൻ അങ്ങ് പറയുകയാണ്. I'm honestly saying that the Lord cannot bear his tears and he's weeping looking at TPM കാരണം church. ന്യായാധിപരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ Because in Judges chapter 2, the 10th verse, പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്ത നന്മകൾ അറിയാത്തൊരു പുതിയ തലമുറ ഉണ്ടായെന്ന് വായിക്കണം. there was a new generation that was formed that didn't know the benefits given to the forefathers. Let's go through. പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്ന് അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. അതെ, പിതാക്കന്മാരുടെ കാലത്ത് യഹോവ പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്തതും അതെ ദൈവം അവർക്കുള്ള പ്രവർത്തിച്ചതുമായ ആ ദൈവിക പ്രവൃത്തി അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. In the generation of the forefathers, what God did with them, did for the forefathers, another generation came up that didn't know those. പിതാക്കന്മാര് പോയ പാതയെ അറിയാത്ത ഒരു വേറെ ഒരു തലമുറയെ കണ്ട് യേശു കരയാതിരിക്കുന്നത് എങ്ങനെ? Looking at another generation that were ignorant of the ways trodden by the forefathers, how can't Jesus weep? പെന്തക്കോസ്ത് കോട്ടയം സെന്ററിന്റെ വേലയെ കുറിച്ച് ഒരു അല്പം പറയാം. Let me tell briefly about the Kottayam Center in Pentecostal Mission. 1966 IPC പാസ്റ്റർ PM ഫിലിപ്പ് സാറിന്റെ കളിത്തപ്പടിയിലുള്ളതായ കെട്ടിടത്തിലാണ് നമ്മുടെ ഫെയ്ത്തും ഉണ്ടായിരുന്നത്. In 1966, under the constructed building by Pastor PM Philip, of Faithom existed. അന്ന് മുതലുള്ള കാര്യങ്ങൾ എന്റെ ഓർമ്മയിലുള്ളൂ. From that day, things are there in my memory. അതിനു മുമ്പുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. Before which I've heard about history. അതെ, 1939 ഈ കോട്ടയം പ്രദേശങ്ങളില് അതേ പെന്തക്കോസ്ത് പ്രവർത്തനം ആരംഭിക്കുന്നു. In 1939, in the regions of Kottayam, Pentecostal Mission started its work. തിരുവല്ല സെന്ററിന്റെ ബ്രാഞ്ച് ആയിട്ടാണ് കോട്ടയം വേല ആരംഭം. Kottayam began as a local of Tiruvalla Center. അക്കാലത്ത് മൂന്നാർ വരെയും ഇങ്ങോട്ട് നെല്ലാട് വരെയും സഭകൾ ഉണ്ടായിരുന്നു. From Munnar to Nellat, we had churches everywhere. എന്നാ എറണാകുളം സെന്റർ ഉണ്ടായിരുന്നില്ല. Ernakulam Center wasn't originated. മൂന്നാർ കട്ടപ്പന സെന്റർ ഉണ്ടായിരുന്നില്ല. Munnar Kattapana wasn't there. ഇവിടുന്ന് വിശ്വാസികൾ തിരുവല്ല വരെ മാസികോത്തരം കൺവെൻഷനും മറ്റും നടന്നാണ് പോയിരുന്നത്. Believers used to walk by foot to Tiruvalla for monthly meetings and conventions. അങ്ങനെ 1952 കോട്ടയം സെന്ററായി രൂപീകരിച്ചു. അങ്ങനെ വേല വിശാലമായി. 1952, Kottayam Center was formed and the ministry got widened. ആ വർഷമാണ് എന്റെ മാതാപിതാക്കളും ഈ കൂട്ടായ്മയിലേക്ക് വരുവാനിടയായത്. That year, my parents came to this fellowship. വേലയുടെ തുടക്കത്തിൽ 30 പേര് പോലില്ലാതിരുന്ന ആരാധന നടന്നിട്ടുണ്ട്. At the start of this particular ministry, worships were held without 30 people. പിന്നീട് അംഗസംഖ്യ വർദ്ധിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ഇതേ പട്ടണത്തിൽ മുഴുവൻ സ്നാനം സ്വീകരിച്ച പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്ക് വന്നു. Then the members increased. Thousands of people got immersed water baptism and they came to the Pentecostal fellowship. അക്കാലത്തെ കൺവെൻഷൻ ഇന്നത്തെ പോലെ ആയിരുന്നില്ല. The convention of that day was not like this day. ആദ്യമൊക്കെ തിരുനക്കര മൈതാനത്തും പിന്നീട് കഞ്ഞിക്കുഴിയിലൊക്കെയാണ് കൺവെൻഷൻ നടത്തി പോകുന്നത്. In Tirunakara Maidhanam and then Kannankudi, conventions were held there. യോഗസ്ഥലത്തേക്ക് പ്രസംഗകരും എല്ലാം നടന്നു പോകുകയായിരുന്നു. Preachers went walking to the venue of convention. സിലോണിൽ നിന്നും എത്തുന്ന പ്രസംഗകരോടൊപ്പം ഒരു ചെറിയ കുട്ടിയായി ഞാൻ കൗതുകത്തോടെ നടന്നത് എന്റെ നല്ല ഓർമ്മയിലുണ്ട്. That's there in my memory with the evangelists from Sri Lanka. Me being a small lad, I walked with them to the convention. കഞ്ഞിക്കുഴി പാലത്തിന് സമീപമുള്ള സ്വന്തം ഗ്രൗണ്ടിൽ 1973 ചീഫ് പാസ്റ്റർ ഫ്രെഡി പോൾ വന്ന് പ്രസംഗിച്ചത് ഞാൻ ഓർക്കുന്നു. Near the Kannankudi bridge, in the own ground, Chief Pastor Freddie Paul came and preached. I remember. അന്ന് പാസ്റ്റർ ജി വർഗീസ് ഇംഗ്ലീഷിൽ നിന്ന് മലയാള പരിഭാഷ ചെയ്തത് അവർക്ക് തൃപ്തിയായില്ല. അതുകൊണ്ട് ചീഫ് പാസ്റ്റർ ഡെപ്യൂട്ടി ചീഫ് പാസ്റ്റർ എഴുന്നേറ്റ് പരിഭാഷ നിർവഹിച്ചു. ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. Pastor Worgis was translating, however, it was not satisfactory. Therefore, Pastor A.C. Thomas, the deputy chief pastor, was interpreting. I was seeing with my own eyes. ഇങ്ങനെ ഒന്നും വലിയ പോസ്റ്റായിട്ടുള്ള പന്തലിടാനൊന്നും ഉണ്ടായിരുന്നില്ല. Luxurious pandal was absent then. വിശ്വാസികളും ശുശ്രൂഷകരും ചേർന്ന് നിർമ്മിക്കുന്നതായ ഓലമേഞ്ഞ പന്തലായിരുന്നു കൺവെൻഷൻ നടത്തിയത്. Workers and believers joined together to form thatched roof pandal. പന്തൽ നിർമ്മാണത്തിന് ആവശ്യമായ മുള, തെങ്ങോല ഇവയൊക്കെ ആർപ്പുക്കര, പള്ളം, പാമ്പാടി ചില സ്ഥലങ്ങളിൽ നിന്നോ തലച്ചുമുളായി കൊണ്ടുവരികയായിരുന്നു. From Pambadi and different places they used to burn on their heads palms, leaves, everything required to construct the roof. ഇന്നത്തെ പോലെ കണ്ടതിപ്പിക്കുന്ന വെളിച്ചമൊന്നുമില്ല. And lights like this weren't available then. വെളിച്ചത്തിന് മണ്ണെണ്ണ പന്തവും പെട്രോൾ മാക്സും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. Kerosene lamp and petrol pump were there for. ഫാനുകളില്ല. പാള കൊണ്ടുള്ള വിശറിയാണ് വീശി ചൂടകറ്റിയിരുന്നത്. No commodities. Handmade fan with the sheath of the palm leaves were made. ശനിയാഴ്ച പൂർണ്ണ ഉപവാസമായിരുന്നു. Fasting was then in totally Saturday. മറ്റു ദിവസങ്ങളിലും അങ്ങനെ ഭക്ഷണമൊന്നും കാര്യമായിട്ടില്ല. ഉണ്ടെങ്കിൽ ഉണക്കുകപ്പ,
തിളപ്പിച്ചത്, അതും പിന്നെ കറി മുളക് വെള്ളം നീട്ടി ഉണ്ടാക്കിയത്. But in other days, there was not luxury of food, and there would be dry kapa along with some small curries. ചണ്ണയിലയില് അങ്ങനെ 2-3 വെള്ളിരൂപ പോലുള്ളതായ കപ്പയൊക്കെ വെച്ച് മുളക് വെള്ളം ഒഴിച്ച് കഴിച്ചത് എനിക്ക് നല്ല ഓർമ്മയാണ്. In the leaf, that was put pieces of tapioca, and I had it with some curry. പക്ഷേ However, കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം ദൈവ തേജസ് കൊണ്ട് പന്തൽ നിറഞ്ഞു കാണപ്പെട്ടിരുന്നു. I could behold with my own eyes, the pandal was filled with the glory of God. ആത്മാവിൽ നിറയിക്കണ്ട. Don't need to force anyone to be filled in the നമ്മുടെ Spirit. പ്രോഗ്രാമിനോട് ഒന്നുകൂടെ ആഡ് ആയിരിക്കുകയാണ്. എല്ലാവരും ആത്മാവിൽ നിറയിക്കണമെന്ന് നമ്മുടെ നടത്തിപ്പുകാർ ആരെങ്കിലും ഒരാൾ ചുമതലപ്പെടും. നിറയിച്ചാലേ നിറവ് വരത്തുള്ളൂ. One more event is added to your program list. Someone is forced to fill the people of God with the Holy Spirit. You need to force it today. ആരും നിർബന്ധിക്കാതെ ജനം ആത്മനദിയിൽ ആറാടുമായിരുന്നു. Without any constrainment, people used to dance and rejoice in the flood of Spirit. സ്റ്റേജിലെ ശുശ്രൂഷകര് അഗ്നിജ്വാല പോലെയായിരുന്നു. Workers on the stage were like flames of fire. സമയം പോരാതെ ഒന്നിനു പുറകെ അനേക കൃപാവരങ്ങൾ, പല കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുമായിരുന്നു. Time was short. Gifts and praises, bogies after bogies, it was repeated. രോഗശാന്തിയും അത്ഭുതങ്ങളും ഒരു സാധാരണ സംഭവമായിരുന്നു. Divine healing and miracles were an ordinary task of the day. മലയാള മനോരമക്കാര് അവരുടെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ മലയാളമന എഴുതിയതിന്റെ ഇടത്തും വലത്തും ഒരു ചെറിയ കോളത്തിൽ പെന്തക്കോസ്ത് മിഷൻ കൺവെൻഷന്റെ പരസ്യം അല്ലെങ്കിൽ അത് സൗജന്യമായി കൊടുക്കുമായിരുന്നു. Malayala Manorama, on either side of the headings of the newspaper, freely issued to give the advertisement of the Pentecostal Mission Convention. കാരണം അങ്ങൊന്നും പണം കൊടുത്തൊന്നും പരസ്യം ചെയ്യാനായിട്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല. Because those days we didn't have money to give and advertise. അങ്ങനെ പിതാക്കന്മാരുടെയും നടത്തിയതായ പാതകളെ നാം ഓർക്കുമ്പോൾ ഇന്ന് നമ്മൾ എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. That's when we think about the ways in which the forefathers were led on in this ministry. We must think, where are we today? ഇന്ന് ഭൗതികത്തെക്കാൾ ആത്മീയത്തെ മുൻഗണന നൽകുന്നവരായി തീർന്നിരിക്കുകയാണോ? Today, more than spirituality, are we giving importance to worldly things? അതേ കർത്താവേ, കൺവെൻഷൻ വേറെ ഒന്നുമില്ലെങ്കിലും നിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളെ വിളിച്ചിരിച്ചാൽ മതി. നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. Let us say unto the Lord, plead, O Lord, that be nothing, however, we need to experience your glory in the convention. കുറവാണെങ്കിലും കാറ്റിന്റെ ഫാനില്ലെങ്കിലും നിന്റെ പരിശുദ്ധാത്മാനക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നവരായിരിക്കാം. Even though light is dim and there is no air circulation given by the fan, let's pray, O Lord, cascade us with the Holy Spirit. പാശ്ചാതിര്യവും പ്രസംഗജാതിര്യവും ഒന്നും ഇല്ലെന്ന് വരികിലും അഗ്നിജ്വാല പോലെ ഞങ്ങളുടെ ശുശ്രൂഷരാക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. Even though there are not eloquent messengers and languages, we can say, Lord, make our messengers flames of fire. നമുക്ക് പ്രശസ്തിയും പ്രശംസയും വേണ്ട. We don't need boasting, we don't need any praise. ദൈവം നന്ദിരിക്കുന്ന നന്മകൾക്ക് നന്ദിയുള്ളവരായി താഴ്മയോടെ നമുക്ക് ജീവിക്കാം. Let us speak gratitude for the goodness God has given us. Live a humble life. അല്പത്തിന് നമ്മളെ വർദ്ധിപ്പിച്ച ഇത്രത്തോളം ആക്കിയ ദൈവത്തിന് മുൻപാകെ നന്ദിയോടെ നമ്മുടെ തലകളെ വടക്കി താഴ്മ ധരിച്ച് ജീവിക്കാം. Before the Lord who elevated us of nothing, gave us all these things, let's stoop our head with humility and lead a life. പരസ്പര ഐക്യവും തമ്മിൽ സമാധാനമുള്ളവരായി കാണപ്പെടാം. Let's have mutual unity and mutual trust. പിതാക്കന്മാർ പ്രാർത്ഥനാ ജീവിതം വിട്ടുകളയാതിരിക്കാം. Let's not leave the prayer life of the forefathers. കൺവെൻഷൻ കഴിഞ്ഞാൽ ഉടനെ പോയി ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന പതിവുണ്ടായിരുന്നില്ല. ഭക്ഷണമില്ലായിരുന്നു. After convention meetings, people weren't able to rush to the queues for having food. രാത്രിയോവാസം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ തന്നെ അങ്ങോട്ട് ഓരോ തുണിയിട്ടു വരുന്ന പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അത്ര തന്നെ. Even after the benediction, people used to circle around the pillars. We used to continue to pray. ചിലപ്പോൾ രാത്രി വൈകി ഉറങ്ങും, ചിലപ്പോൾ രാത്രി ഉറങ്ങുപോലും ചെയ്യുമായിരുന്നില്ല. Sometimes people used to sleep late or even don't sleep. ഭക്തന്മാർക്കുണ്ടായിരുന്ന അനുഭവങ്ങൾ അറിയാത്തൊരു തലമുറ ദൈവത്തിന് കർത്താവിന് ദുഃഖമുണ്ട്. An experience that the forefathers went through, generation now don't see, don't know it. The God is grieved. 2 മുടി രാത്രി പ്രാർത്ഥനയും സമഞ്ജലവിശേഷമാണ് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത്, പ്രിയമുള്ളവരെ. Even after 2 whole nights of prayer, I'm speaking this to you, people of God. എല്ലാ കുറുബുകളിലും എന്നെ ഉൾപ്പെടുത്തിയാണ് സംസാരിച്ചത്. ഞാൻ ആരെയും വിധിച്ച് സംസാരിക്കുകയല്ല. I'm including myself in all these lapses. I'm not judging anyone. ഒരു കാര്യം കർത്താവ് നിങ്ങളെ നോക്കി പറയുകയാണ്, കരഞ്ഞു പറയുകയാണ്, നിന്റെ സമാധാനത്തിനുള്ള നീ അറിഞ്ഞു കൊള്ളാമായിരുന്നു. One thing, the Lord looking at me and you says with tears, it would be good if you know for your peace. നിങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി ആദ്യകാലത്ത് എന്തെല്ലാം ദൈവം പ്രവർത്തിച്ചു എന്നും ഇത് പ്രവർത്തിക്കാൻ വേണ്ടി അവരെങ്ങനെയായിരുന്നു എന്നുള്ളത് അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു, അത് പാലിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. What all God worked for your forefathers, what all He's working now, it would be good if you know it and you work accordingly. നമ്മുടെ നിലവാരം താണുപോയി എന്ന് വരികിൽ അതിനെ നാം അറിയാതിരിക്കരുത്. If our standard is lowered, we should not
but identify it. വെളിപ്പാട് പുസ്തകം 3-ാം വാക്യത്തിൽ In Revelation 3:17, ലവോദിക്യ എന്ന ദേശത്തെ സഭയോട് കർത്താവ് ഇങ്ങനെ പറയുകയാണ്. to the church in Laodicea, the Lord says, വായിക്കണം, വെളിപ്പാട് 3:17. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ള ഉടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. നീ ഇപ്പോൾ അവകാശപ്പെടുന്നത്, പ്രശംസിക്കുന്നത്, ഞാനിപ്പോൾ ധനവരായി, ഞാൻ വളരെ സമ്പന്നനായി, എനിക്ക് ഒന്നിനും മുട്ടില്ല, എല്ലാം ഉണ്ട്. now you claim, now you boast, I am rich, increased with goods, I have need of nothing. അന്ന് നല്ല ആഡംബര വാഹനത്തിൽ മീറ്റിംഗിന് വന്ന് തിരിച്ചു പോകാൻ കഴിയുന്നുണ്ട്. With luxurious cars, I am able to come to the meeting and go. അങ്ങനെ എല്ലാം ഉണ്ട്, ഒന്നിനും കുറവൊന്നുമില്ല. Everything I have, short of nothing. പക്ഷേ കർത്താവ് പറയാണ്, എന്നാൽ നിനക്ക് എന്തൊക്കെ ഇല്ല എന്ന് നീ അറിയാതിരിക്കുകയാൽ എനിക്ക് നിന്നെ ഓർത്ത് ദുഃഖമുണ്ട്. But the Lord says, you don't know what all you're short of, so I'm grieved. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറഞ്ഞുപോയി എന്നുള്ളത് അറിയാതിരിക്കരുത്. The life of you and me, we should not be unaware of what all we've lost. നമുക്കുള്ളതിന്റെ കണക്കെടുക്കുന്നത് പോലെ ഇല്ലാത്തതിനെയും കണക്കെടുക്കുന്നത് മാത്രമേ നമുക്ക് ഭൗതികമായും ആത്മീയമായും ഉയർച്ച പ്രാപിക്കാൻ കഴിയുള്ളൂ. Like we take count of whatever we have, we should also take count of whatever we lack. Only then can we address and move on spiritually and worldly. സഭയെ നോക്കി പറയുകയാണ്, നീ കുരുടനെന്ന് നീ അറിയാതിരിക്കുന്നു. Beholding the church, the Lord says, you are unaware, you're blind. നിനക്ക് ആദ്യകാല ദർശനം നഷ്ടമായിരിക്കുന്നു. You lost the vision of the initial day. അപ്പോസ്തല സത്യങ്ങളെ കുറിച്ചുള്ളതായ വെളിപ്പാട് നീ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. You've lost revelation of the apostolic doctrine. നിനക്ക് ഞാൻ തന്നതായ പരിശുദ്ധാത്മാവിന്റെ വരം കഴിയുന്ന പ്രവർത്തനം ജ്വലിക്കാതില്ല, അത് പ്രവർത്തനം നിന്നുപോയിരിക്കുന്നു. The gifts and graces of the Holy Spirit that I give you, that is ceased now. അതെ, മാത്രമല്ല അടുത്തത്, നീ ഒരു ദരിദ്രനെ നീ അറിയാതിരിക്കുകയാണ്. You were not knowing that you're poor. നിനക്ക് ഒരു സമയത്ത് വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. Once you had precious faith. വളരെ വിശേഷിക്കുന്ന ദിവ്യ സ്വഭാവങ്ങൾ You ഉണ്ടായിരുന്നു. had special divine traits. ഇതെല്ലാം നിന്നെ ഒരു വലിയൊരു വിശുദ്ധനാക്കി എന്റെ മുൻപാകെ നിർത്തിയിരുന്നു. All this made you precious things to stand before me. ഇതെല്ലാം നഷ്ടമാക്കിയിട്ട് നീ ഇപ്പോൾ ദരിദ്രനായ എന്റെ മുൻപിൽ നിൽക്കുന്നു, നീയോ അതറിയുന്നില്ല. Now losing everything, you stand before me poor. Oh, but you don't know നീ this. ആത്മീയമായ ഒരു നഗ്നനായി കാണപ്പെടുകയാണ്. Spiritually, you are naked. നിന്റെ വിശുദ്ധിയുടെ വസ്ത്രം, രക്ഷാവസ്ത്രം, പണികസുകളുടെ വസ്ത്രം എല്ലാം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. You're attired of holiness, attired of sanctification, attired of pure gold. You've lost it all. നാം പാടുന്ന പാട്ട് പോലെ നിന്റെ തേജസ്സിന്റെ വസ്ത്രം കൊണ്ട് എന്നെ മറയ്ക്കണമേ എന്ന് ദൈവത്തിൽ നമുക്ക് അപേക്ഷിക്കാം. Like the song we sing, let's sing to the Lord, O Lord, clothe me with the garment of your glory. എന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം നിന്റെ തേജസ്സിന്റെ വസ്ത്രം എന്നെ മേലിടണമേ നമുക്ക് ദൈവത്തോട് കെഞ്ചി അപേക്ഷിക്കാം. Lest the shame of my nakedness is revealed before me, clothe upon me the garment of your glory. Let's speak to നീ God. ആത്മീയമായി നഗ്നനെന്ന് അറിയാടുകയാൽ കർത്താവിന് ദുഃഖമുണ്ട്. Spiritually, you're not aware you're naked, therefore the Lord is grieved. അടുത്തത്, നീ ഒരു നിർഭാഗ്യവാനാണെന്ന് നീ അറിയുന്നില്ല. Further, you don't know that you're unfortunate. മുൻപ് അങ്ങനെയായിരുന്നില്ല, നീ ഒരു പലതും കൊണ്ടും ഭാഗ്യവാനായിരുന്നു. Earlier you weren't so, you're fortunate through many things. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. Blessed is the man whose sins are forgiven, whose sins are punished. എന്നാൽ ഇന്ന് നിന്റെ അനേക പാപങ്ങളും ക്ഷമിക്കപ്പെടാതെ, കാരണം അത് മനസ്താവപ്പെട്ട് ഏറ്റുപറയാത്തതിനാൽ ക്ഷമിക്കപ്പെടാതെ കിടക്കുന്നു. But today many of your sins are unforgiven because you haven't confessed it. അതെ, ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്ന നേരുള്ളവൻ ഭാഗ്യവാൻ. Blessed is he who walks in the way of the Lord uprightly. വേദപുസ്തകം പറയും, എത്രയോ ഭാഗ്യവാന്മാരുടെ യോഗ്യത ഉണ്ടായിരുന്നു, ഒന്നൊന്നായി നിന്നെ വിട്ടുപോയി, നീയോ തിരിച്ചറിയുന്നില്ല. A catalogue of the qualifications of the blessed written in the word of God, they were there, but you have left it, you don't discern it. ഭാഗ്യവാനായി നീ നിർഭാഗ്യവാനായത് തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് ദുഃഖമുണ്ട്. You the ones fortunate, you are unfortunate, I'm grievous because you are not identifying it. ഇന്ന് നീ ഒരു അരിഷ്ടനായി തീർന്നിരിക്കുന്നു. Today you are rich. നീയോ പറയുന്നു, ഞാൻ സമ്പന്നനാണ്, ഒന്നിനും മുട്ടില്ല, ഞാൻ വളരെ തൃപ്തിയായിരിക്കുന്നു. പക്ഷേ നീ ഒരു അരിഷ്ടനാണ് ആത്മീയമായി. You say I'm rich, I'm prosperous, I'm short of nothing, but spiritually you are a rich. ആത്മസന്തോഷവും ആത്മീയ തൃപ്തിയും പരിശുദ്ധാത്മാ നിറവും നഷ്ടമായിരിക്കുന്നു. Spiritual joy, spiritual satisfaction, gift of the Holy Ghost, you've lost it all. ഇന്ന് സന്തോഷത്തോടുകൂടി ആരാധനയല്ല, സന്തോഷത്തോട് സ്തോത്രമല്ല, സന്തോഷത്തോട് ശുശ്രൂഷയല്ല, രാപകൾ തള്ളി നിൽക്കുന്ന ഒരു സ്ഥിതി. Now, not joyous and worship, not joyous praising, day and night you're just pushing it. നിനക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടും നീ അറിയാഴികയാൽ നിന്നെ ഓർത്തെനിക്ക് ദുഃഖമുണ്ട്. Even after all these things befall you, you don't know it, so I'm grievous. നിന്റെ സമാധാനത്തിനുള്ളത്, നിന്റെ വ്യത്യാസത്തിനുള്ളത്, നിന്റെ ആദ്യകാലത്തേക്ക് മടങ്ങുവാനുള്ളത്, നിന്റെ ആദ്യ സ്നേഹത്തെ മടങ്ങുവാന്
എന്ത് വേണമെന്ന് നിനക്ക് കണ്ണിന് മറഞ്ഞിരിക്കുന്നല്ലോ. For your faith, for your consecration, for your return to the first experience that's hidden to your eyes. എങ്കിലും കർത്താവ് ലവോദിക്ക സഭയോട് പറഞ്ഞു കൊടുക്കുകയാണ്, But the Lord says to the church of Laodicea, നിന്റെ സ്ഥിതി നീതി തിരിച്ചറിഞ്ഞ് സമർപ്പിച്ചാൽ ഞാൻ നിന്നെ സഹായിക്കാം. if you identify your situation, turn back, I shall help you. ഞാൻ നിനക്ക് വെള്ളയുടുപ്പ് തരാം. I'll give you white raiment. ഞാൻ നിന്റെ കണ്ണിന് ഒരു അഭിഷേകം തരാം. I shall give you an anointing to your ഓ, eye. ഞാൻ നിനക്ക് തീയിൽ ഊതിക്കഴിച്ച വിലയേറിയ പൊന്ന് തന്ന ആത്മീയ സമ്പന്നരാക്കി തീർക്കാം. I shall give you gold refined in fire, make you spiritually rich. നീ നഷ്ടപ്പെടുത്തിയ കൃപകളും വരങ്ങളെല്ലാം നിനക്ക് തിരികെ തരാം. Those gifts and graces I shall return to you. ഓ, നീ ഒരു നിർഭാഗ്യവനല്ല, ഞാൻ നിന്നെ ഭാഗ്യവനാക്കി തീർക്കാം. No longer are you misfortunate, I shall make you fortunate. ഓ, നീ തിരിച്ചറിയുകയും സമർപ്പിക്കുകയും ചെയ്താൽ മാത്രം മതി. You just discern and yield, that's all you need to നീ do. ഒരു ജയാളിയായി മാറും. നിനക്ക് എന്നോട് സുവാസം ലഭിക്കുവാനും കഴിയും. You shall be an overcomer, you shall share my throne. അവൻ നമ്മുടെ തോൽവി നമ്മളെ തള്ളിക്കളയുകയല്ല. He won't leave us with a failure. അതിന്മാറ്റത്ത് നമ്മളെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുകയല്ല. He won't forsake us in a backsliding. കാരണം അങ്ങനെ ദൈവത്തിന് അങ്ങനെ ചെയ്യുവാൻ കഴിയും. Because God can do that. യേശു പറയുന്നത് എന്റെ രക്തം കൊടുത്ത് ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങി. Jesus said, I paid my price of blood and wine. നീ അധർമ്മത്തിലോ ശുദ്ധിയിലും കിടക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. When you were in evilness and sin, I saw you. ഞാൻ നിന്നെ വാരിക്കോരിയെടുത്തു, നിന്നെ കഴുകി ശുദ്ധീകരിച്ചു, നിന്നെ എന്റെ പൈതൽ അംഗീകരിച്ചു. I pulled you out, embraced you, washed you, made you my നീ ഒരു child. തെറ്റിപ്പോയ ആടിനെ പോലെ നീ പോയി എവിടെയോ കുടുങ്ങിക്കിടന്നു, ഞാൻ നിന്നെ തേടി വന്ന് രക്ഷിച്ചു. Like the lost sheep you were going astray, stuck somewhere, I came in search of you, found ഞാൻ you. നിന്നെ തോളിൽ ചുമന്ന് കൊണ്ടുവന്ന് എന്റെ തൊഴുത്തിൽ മറ്റാടുകളോടൊപ്പം നിന്നെ ആക്കി വെച്ചു. I brought you upon my shoulders, brought you to the stable, accommodated you with the flock. ഞാൻ നിനക്കൊരു നല്ല ഇടയനായിരുന്നു. I was a good shepherd to നല്ല you. ഇടയൻ തന്നെ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നു. Good shepherd pours his life for his sheep. ഞാൻ എന്റെ മുടി രക്തവും നിനക്ക് മേടിച്ചു നിന്നെ വീണ്ടെടുത്തിരിക്കുകയാണ്. My last drop of blood I poured for you, I have redeemed you. ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? How will I forsake ഞാൻ നിന്നെ you? എങ്ങനെ മറന്നു കളയും? How will I forget ഞാൻ you? നിന്നെ എങ്ങനെ ഉപേക്ഷിക്കാൻ തോന്നും? How can I leave you, നിന്റെ child? അവസ്ഥ ഇന്നിങ്ങനെയാണെങ്കിലും നീ ഒന്ന് മടങ്ങി വരുവാൻ ഞാൻ നിനക്കായി കാത്തിരിക്കും. Even though this is your state, I long for your homecoming. രാത്രി ദൈവത്തെ മുതൽ കേൾക്കുന്ന പ്രിയ വിശ്വാസികളായ സഹോദരങ്ങളെ, Tonight, dear brothers and believers, പക്ഷങ്ങളുടെ ആ പടക്കം അനുഭവമുള്ളതായ പ്രിയ സഹോദരങ്ങളെ, years of tradition, my dear brethren, ആദ്യകാലത്തുണ്ടായ അനുഭവങ്ങളിലേക്ക് നാം മടക്കി കൊണ്ടുവരുവാൻ യേശു നിന്നെ കാത്തു to നിൽക്കുകയാണ്. return you to their first experiences, Jesus tarries for ദൈവത്തിന്റെ you. വചനത്തോട് നിനക്കുണ്ടായിരുന്നതായ ആ സ്നേഹം, The love of God to the word of God, ദൈവസഭയിലുണ്ടായിരുന്നതായ ആ പറ്റുമാനം, the esteem to the church of God, ശുശ്രൂഷകളുണ്ടായിരുന്നതായ നിന്റെ ആത്മബന്ധം, your fellowship of the soul with the servant, ആരാധനയോട് ഉണ്ടായിരുന്നതായ ആ ആവേശം, your zeal for the worship, ആ ദൈവസഭയുടെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായിരുന്നതായ പ്രതിബദ്ധത, your commitment for the works of the ministry of God. അതിലേക്ക് നീ മടങ്ങി വരുവാൻ നിന്റെ രക്ഷകൻ നിനക്കായി കാത്തു നിൽക്കുന്നു. The Savior waits to return you for that. അത് നിന്നോട് പറയുകയാണ്, He tells you, മകനെ മകളെ, son, ഞാൻ daughter, നിന്നെ രക്ഷിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നുവോ? when I saved you, were you so? ഞാൻ നിന്നെ അഭിഷേകം ചെയ്തത് ഇതിനു വേണ്ടിയായിരുന്നുവോ? Did I anoint you for this? ഞാൻ നിന്നെ വിളിച്ചത് വേർതിരിച്ചപ്പോൾ നീ ഇങ്ങനെയായിരുന്നില്ലല്ലോ. When I called and separated you, you were not so. ഇന്ന് നിന്റെ അവസ്ഥ എന്താണ് തിരിച്ചറിയാതിരിക്കാൻ എനിക്ക് ഖേദമുണ്ട്. I'm grievous because you're not identifying your state today. ഓ, നിനക്ക് നീ മാനസാന്തരപ്പെടുക. You repent. നീ വിചാരിക്കുന്നത് നീ കൂടി വരുമ്പോൾ ആരാധിക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന്. You think when you come to worship, I'm with you. നീ പ്രാർത്ഥിക്കുന്നു, കർത്താവേ 2-3 പേർ കൂടി വന്നാൽ നിങ്ങളുടെ നടുവിലുണ്ടെന്ന്. ഓ, വന്നതിനായി സ്തോത്രം. വന്നിട്ടില്ല. You pray when 2 or 3 gather in my name, I'm here, but I will come. നീ ആരാധിക്കുമ്പോൾ, നീ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ നിന്നോട് ഉണ്ടെന്ന് നീ ചിന്തിച്ച് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ എന്റെ സാന്നിധ്യം നിനക്ക് തരുവാൻ എനിക്ക് കഴിയുന്നില്ല. When you worship, when you minister, you think that I'm with you, but truly I'm not able to give my presence. ലവോദിക്ക സഭയെ നീ എന്നെ സഭയുടെ പുറത്തിട്ട് കഥകടച്ചിരിക്കുന്നു. Church of Laodicea, you slammed me behind the door. ഈ കഥകിന്റെ കുറ്റി, അതിന്റെ ഓടാമ്പൽ അതിന്റെ പുറത്തായിരുന്നെങ്കിൽ നന്നായിരുന്നു, പക്ഷെ അത് അകത്തായി പോയി. If the lock and the bolt of the door were outside, it would be good, but it's inside. നീ എന്റെ നേരെ വാതിൽ കൊട്ടിയടച്ച് അകത്ത് ഓടാമ്പലിട്ട് മുറുക്കിയിരിക്കുകയോ? You've slammed the door before me and you've locked it within. ഞാനിതാ വാതിന് പുറത്ത് നിൽക്കുന്നു. Oh, I stand out of the ഞാൻ door. നിനക്കായി കാത്തു നിൽക്കുന്നു. I wait for നീ you. ഇത് തുറന്നല്ലാതെ ഞാൻ എങ്ങനെ അകത്തു വരും? Unless you open, how can I come in? നീ
ഈ വാതിൽ തുറക്കുമോ? Will you open this door? നിന്റെ ഹൃദയത്തിന് വാതിൽ തുറക്കുമോ? Open the door of your നിന്റെ heart. സഭയുടെ വാതിൽ തുറക്കുമോ? Open the door of the ഞാൻ നിന്റെ church. കുടുംബത്തിലേക്ക് കടന്നു വരട്ടെയോ? Let me come inside your ഞാൻ house. നിന്റെ ആരാധന കടന്നു വരട്ടെയോ? Let me come inside your ഞാൻ നിന്റെ worship. കൺവെൻഷനുകൾ കടന്നു വരട്ടെയോ? Let me come inside your ഞാൻ നിന്നെ convention. അനുഗ്രഹിക്കട്ടെയോ? Let me bless ഞാൻ നിന്നെ you. സൗഖ്യമാക്കട്ടെയോ? Let me heal you. ഞാൻ നിന്നെ വിടുവിക്കട്ടെയോ? Let me deliver ഞാൻ you. നിന്നെ രൂപാന്തരപ്പെടുത്തട്ടെയോ? Let me transform you. എന്റെ ഇഷ്ടം ഞാൻ നിന്നിൽ നിവർത്തിച്ചെടുക്കട്ടെയോ? May I fulfill my will in you. ഞാൻ നിന്നെ ഉപയോഗിക്കട്ടെയോ? May I use you. അതേ കർത്താവ് നമുക്ക് വേണ്ടി കാത്തുനിന്ന കഥകൾ മുട്ടുന്ന ശബ്ദം ചെവിയിൽ കേൾക്കട്ടെ. The noise of the Lord meeting for us knocking on the door. Let it echo in our ears. യെരൂശലേമിനെ സമീപിച്ചു അതിനെ നോക്കി കരഞ്ഞവൻ ഇന്ന് നമ്മുടെ നടുവിൽ വന്നിരിക്കുന്നു. Beholding Jerusalem, you Christ, He is coming amidst us. ദൈവസഭയിലെ ശുശ്രൂഷകരായ വിശ്വാസികൾ നോക്കി അവൻ ഇന്നും ദുഃഖിക്കുന്നു. Looking at the members and the servants of God in the church of God, He is grievous. എന്റെ സഭയെ ഇങ്ങനെയായിരുന്നാൽ പോരാ. My church, this is not നീ sufficient. ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട മുൻതലമുറയുടെ പിൻതലമുറയാണ്. You are a post generation of a blessed generation. പിതാക്കന്മാരെ ഞാൻ നടത്തിയത് ഇന്ന് നിനക്ക് കേൾക്കാൻ പോലും ബോറടിക്കുന്നല്ലേ? Isn't it boring for you to hear the ways in which your forefathers will live on? എന്നും കുറെ പഴയ പുരാണം പറയും, ആർക്ക് കേൾക്കണം? All traditional stories you want to hear. നിനക്ക് വേണ്ടി നിനക്ക് മുമ്പ് പിതാക്കന്മാരെ നടത്തിയത്, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത് കേൾക്കാൻ പോലും മനസ്സില്ലാത്ത നിലയിൽ നീ അധപതിച്ചു പോയല്ലോ. You fall into a plight in which you're not even bothered to hear how I let your forefathers before you. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് Diligently hearken to the voice of your Lord your God. ഇതെല്ലാം എനിക്ക് വേണമെന്ന് നീ ഒന്ന് നെഞ്ചുപൊട്ടി കരഞ്ഞ ദൈവത്തോട് പറയുമോ? Broken hearted with tears will you say, Oh Lord, I need all these. സഭയായി ഒരുമിച്ച് കൂടി ഹൃദയത്തെ തന്നെ കീറിക്കൊണ്ട Renting your heart, joining as a church. അധികാര അനുഭവം തരണമെന്ന് ഒന്ന് നിലവിളിച്ചുകൂടായോ? Won't you cry, Lord, give me the first experience? പഴയ ഇസ്രായേലിനെ നോക്കുന്നതായ വേളയില് On looking at the Old Testament Israel, ദൈവമാലയം കൊടുത്തിരുന്നു. God gave them the temple. അതിൽ അതിവിശുദ്ധ സ്ഥലം ഉണ്ടായിരുന്നു. There was a holy place. അവിടെ നിയമപ്പെട്ടകം ഉണ്ടായിരുന്നു, കെരൂബുകൾ ഉണ്ടായിരുന്നു. Ark of Covenant and cherubs were there. ദൈവത്തിൽ ശെഖേനാ ഗ്ലോറി അധിവസിച്ചു വന്നു. Shekinah, glory of God, alighted there. ജനം പിന്മാറ്റത്തിലേക്ക് പോയപ്പോൾ When the people backslid, ദൈവത്തിന്റെ സാന്നിധ്യം ഇരിക്കപ്പുറതിയില്ലാതെയായി. presence of God could no longer stay there. ഒരു മാളത്തിലിരിക്കുന്ന ഒരു എലിയെ പുകച്ച് ചാടിക്കുന്നത് പോലെ ജനം യഹോവയെ തങ്ങളുടെ ആലയത്തിൽ നിന്ന് പുറത്ത് ചാടിച്ചു. Like the rat hiding inside a hole is cast outside, the presence of God was driven out by the people. ജനത്തിന്റെ പ്രവൃത്തികളെ കണ്ടും കേട്ടും അടുത്ത് ദൈവത്തിന്റെ സാന്നിധ്യം തേജസ് അവിടെ നിന്ന് പുറപ്പെടുവാൻ വേണ്ടി പൊങ്ങി. On seeing and witnessing the work of the people, the glory of God set out. അവിടുന്ന് ആലയത്തിൽ ഉമ്മരപ്പെടുമേൽ വന്നു നിന്നു. And that waited upon the doorstep of the temple. പിന്നെയും ചിന്തിക്കാനായിട്ട് തുടങ്ങി. Again it started to reflect. ഞാൻ എങ്ങനെ ഇവരെ വിട്ടുപോകും? How shall I leave them? ഞാൻ എങ്ങനെ ഇവരെ കൈവിടും? How shall I forsake them? പിതാക്കന്മാർക്ക് അവർക്ക് വേണ്ടി ചെയ്തറിയാത്തൊരു തലമുറ ഇങ്ങനെയായി പോയല്ലോ. A generation that's unaware of things done to their forefathers, their soul. പിതാക്കന്മാരെ ഓർത്തിട്ട് ഞാൻ എങ്ങനെ ഇവരെ കൈവിട്ട് എന്നേക്ക് ഇവരെ വിട്ടുപോകും? Thinking about their forefathers, how will I leave them forever? ഞാൻ വിട്ടുപോയാൽ ഇവരുടെ അവസ്ഥ എന്തായി തീരും? If I leave them, what about their state? വീണ്ടും ദൈവത്തിന്റെ തേജസ് തിരിച്ചു എന്ന ആലയത്തിലേക്ക്. Again the glory of God revisited the temple. ആലയത്തിൽ തേജസ്സിരിക്കുവാൻ ജനം സമ്മതിക്കുന്നില്ല. But the people are not allowing it to be there. ഒടുവിൽ ദൈവം അടുത്തിട്ട് ദൈവതേജസ് വിട്ടുപോയി. Finally the Lord was fed up, the glory of God vacated. നഗരത്തിന് പുറത്തേക്ക് പോയി. Went out of the city. തൊട്ടടുത്തുള്ളതായ മനയിലേക്ക് പോയി. Went to the nearby mountain. തിരുവെടുത്ത് എങ്ങനെയാണ് പറയുന്നത്? ആ ആലയം പോയി, ആ ആലയത്തിൽ ഉണ്ടായിരുന്ന ദൈവതേജസ് പോയി ആ മനയിൽ വസിച്ചുവെന്നാണ്. And the word of God says that glory of God departed the temple, went up to the mountain. അതിന് പാരമ്പര്യം ഇങ്ങനെയാണ് ചേർത്ത് പറയുന്നത്. Tradition adds, ഏതാണ്ട് 6 മാസക്കാലം ആ വനത്തിനുള്ളിൽ നിന്ന് നിലവിളി ശബ്ദം കേൾക്കാമായിരുന്നുവെന്ന്. for 6 months from the jungle the voice of wail rose. ആരാണ് വിലപിച്ചത്? Who wailed? ആരാണ് കരഞ്ഞത്? Who cried? ആരുടെ ശബ്ദമാണ് കേട്ടത്? Whose voice echoed? അവരുടെ രക്ഷകന്റെ പിതാക്കന്മാരവർ വിളിച്ചുകൊണ്ടത് പിതാക്കന്മാരുടെ ദൈവത്തിന്റെ കരച്ചിലെ ശബ്ദമാണ് മുഴങ്ങിക്കൊണ്ടിരുന്നത്. Voice of the cry of God who saved the forefathers, that reverberated. നീ കേട്ടനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഓർത്ത് രഹസ്യമായി കരയുമെന്ന് യിരെമ്യാ മൂലമായി പറഞ്ഞിരിക്കുന്നു. Through Jeremiah it's mentioned, if you don't hear and obey, I shall secretly weep on behalf of you. ആലയത്തെ വിട്ടുപോയി ആ വനത്തിൽ 6 മാസക്കാലം കരഞ്ഞിട്ട് ഈ ജനത്തിന്റെ ചെവി മന്ദമായിരുന്നു. അത് കേൾക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. Glory of God vacated the temple that went to the jungle, wailed for 6 months over.
the people of God were deaf, they didn't hear it. ജനത്തിന്റെ മാനസാന്തരവും മടങ്ങിയവരും കാത്തിരുന്ന് മടുത്തിട്ട് ഒടുവിൽ ദൈവത്തിന്റെ തേജസ്സ് എന്നേക്കുമാ ജനത്തെ വിട്ടു. Tired of the repentance of the people and the homecoming, the glory of God vacated forever. ഇപ്പോഴോ അവര് വിദേശ ശക്തികൾ അടിമകളായി. Now they're addicted to strange powers. ഈ സമയത്താണ് ക്രിസ്തു ഈ ലോകത്തേക്ക് മനുഷ്യനായി വരുന്നത്. Christ came to the world as the form of a Savior. ജനിച്ചവൻ 33 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചു. Born in Bethlehem, lived on this earth for 33 years. പാലസ്തീൻ നാടിന്റെ വിവിധ ഭാഗങ്ങൾ കാൽനടയായി സഞ്ചരിച്ചു. Walked on foot in different areas of Palestine. അവരുടെ ദൈവരാജ്യത്തെ പ്രസംഗിച്ചു. Preached the kingdom of God. അവർ രോഗങ്ങളെ സുഖമാക്കി ഭൂതങ്ങളെ പുറത്താക്കി. Healed the sick, cast out the demons. മനുഷ്യരെ ഉയർപ്പിച്ച് കണ്ണുനീര് തുടച്ചു. Rose the dead, wept the tears. വിധവയുടെയും അനാഥരുടെയും കണ്ണുനീര് അവൻ തുടച്ചു. Wiped the tears of the orphans and the widows. എങ്കിലും യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. Still, they didn't identify Jesus. ഇതാണ് അവരുടെ മശിഹാ എന്നവർ തിരിച്ചറിഞ്ഞില്ല. They didn't know this is the Messiah. അവർ മശിഹായെ ക്രൂശിച്ചു കൊന്നു. They crucified and killed the Messiah. അതിനു മുൻപ് But before, യേശുവിന് ഇതെല്ലാം അറിയാമായിരുന്നു. Jesus knew it all. അവരുടെ മശിഹാ എന്നെ തള്ളിക്കളയുന്നതിനാൽ ഇവർക്ക് വരാൻ പോകുന്ന ന്യായവിധി എന്തെന്ന് യേശു മുൻപ് കൂട്ടി കണ്ടു. Jesus saw the judgment because they rejected the Messiah. അതുകൊണ്ട് യെരൂശലേമിന്റെ അരികിലേക്ക് പോയി നിന്നുകൊണ്ട് അവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. Therefore, standing in the high Jerusalem, he called out, അല്ലയോ യെരൂശലേമേ, "Oh Jerusalem, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കലേക്ക് കല്ലെറിയും ചെയ്യുന്നവളെ, killing the prophets, stoning those who come near you. ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറിയിൽ ചേർക്കുന്നത് പോലെ നിന്നെ എന്റെ ചെറിയും കീഴിൽ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്രയോ വട്ടം മനസ്സായി, എനിക്ക് ഒരിക്കൽ പോലും മനസ്സായില്ല. Mastering the hen like the chicks under his wings. How many times was I willing? You were not willing. നിനക്ക് വരാൻ പോകുന്ന ന്യായവിധിയെ നീ അറിയുന്നില്ലയോ? Don't you know the judgment that's awaiting for you? അത് നിന്റെ കണ്ണിന് മറന്നിരിക്കുന്നതിനാൽ ഞാൻ ദുഃഖിക്കുന്നു. Since that's hidden to your eyes, I am grieving. ബാക്കിയെല്ലാം ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. Everything is recorded in the history. ശക്തിയുടെ ആക്രമണത്തിലാണ് Strange forces operation. യഹൂദന്മാർ അടിമകളായി പോയി. Jews were captives. ഇവിടെ ആലയം നശിപ്പിക്കപ്പെട്ടു പോയി. The temple was destroyed. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അതെല്ലാം ഉഴുതു കളഞ്ഞു. Stone upon stone to remain, everything was perished. യഹൂദന്മാർ വളരെ ശ്രേഷ്ഠജാതിയാണെങ്കിലും ലോകത്തനേക രാജ്യങ്ങൾ അടിമകളായി കപ്പലെ കയറ്റിക്കൊണ്ടുപോയി. Jews were excellent people. They were taken captives in different ships. കാളയെയും മറ്റും വിൽക്കുന്നത് പോലെ അടിമകളായി അവരെ വിൽക്കുവാനായി നിരത്തി നിർത്തി ചന്തകളിൽ. Like cattle were sold, they were put as slaves in the temple to be sold. ആയിരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. Thousands, millions were killed. ഹിറ്റ്ലർ മാത്രം 60 ലക്ഷം യഹൂദന്മാരെ കൊന്നുമുടിച്ചു. Hitler killed 60 lakh Jews. ഇതൊക്കെയും വരാൻ പോകുന്നത് കണ്ടുകൊണ്ടാണ് യേശു പറഞ്ഞത് അതിന് സമാധാനത്തിലുള്ള കാര്യങ്ങൾ കൊള്ളാമായി. Seeing all these things, Jesus says, if you known for your peace, it would have been good. നാളെ എന്ത് സംഭവിക്കും നാം അറിയുന്നില്ല. We don't know what shall take place tomorrow. ദൈവസന്നദ്ധയിൽ താഴ്ത്താം. Let's humble the presence of God. സ്തോത്രം. അടുത്തതായി നാം കാണുന്നത് എടുക്കപ്പെടുന്ന അനുഭവത്തെ കുറിച്ച് അറിയാതിരിക്കുന്ന കാര്യമാണ്. Further, ignorant about the experience of being raptured, we see. ഏലിയാവ് പ്രവാചകനുണ്ടായിരുന്നു. There was a prophet named Elijah. എലീശ എന്നും എന്താ ഒരു പ്രധാന ശിഷ്യനും വേറെ അനേക ശിഷ്യന്മാരുണ്ടായിരുന്നു. He had a chief disciple named Elisha and many more. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ In 2 Kings chapter 2, the 3rd verse, ബേഥേലിലുള്ള ശിഷ്യന്മാർ എലീശയോട് പറയുകയാണ്, disciples in Bethel inform Elisha, യജമാനനെ ദൈവം നിന്റെ നിന്ന് എടുക്കപ്പോകാൻ പോവുകയാണ്, നീ അറിയുന്നില്ലേ? don't you know that the master is going to be taken up by your God? Did you know it? വീണ്ടും 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ Verse number 5, യെരിഹോവിലെ ശിഷ്യന്മാർ ആവർത്തിക്കുകയാണ്, the disciples of Jericho repeat this. നിന്റെ യജമാനനെ നിന്റെ തലക്കൽ നിന്ന് എടുത്തുകൊള്ളു, നീ അറിയുന്നില്ലേ? Did you know that the master is going to be taken away from you? ഇന്ന് എടുക്കപ്പെടുന്നതിനെ കുറിച്ച് ചിന്തയില്ലാത്തൊരു ജീവിതം. With one's life, ignorant of being taken up. ഇതിന് പല അർത്ഥങ്ങൾ കൊടുക്കാനുണ്ട്. There are many meanings attributed. ഒന്ന്, ഇന്ന് കാണുന്ന പിതാക്കന്മാർ എടുക്കപ്പെടും, നിന്നിൽ നിന്ന് മാറ്റപ്പെടും, അത് നീ അറിയാതിരിക്കരുത്. First of all, the forefathers that you see around you will be taken up. You shouldn't be ignorant of it. എലിയാവിനെ എടുക്കുമ്പോൾ എലീശ നിലവിളിച്ചു, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളിയുമായുള്ളവേ. When Elijah was taken up, Elisha wailed, my father, the chariot of Israel and the horses thereof. ഇന്ന് കാണുന്ന പിതാക്കന്മാർ നിങ്ങൾ നിന്ന് നീക്കപ്പെടുമെന്നുള്ളത് നീ അറിയാതിരിക്കുകയാണോ? The father seen today will be taken away from you. Are you unaware of it? അടുത്തത് ഏകദേശം 100 പേരുള്ള പ്രവാചക പാഠശാലയിൽ നിന്നും Further, from the place where hundreds of prophets were there, എടുക്കപ്പെട്ടത് ഒരേ ഒരാൾ ഏലിയാവ് മാത്രം. this one Elijah was taken up. യേശു പറഞ്ഞു, വിളിക്കപ്പെട്ട അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. Many are called, but few are chosen. ഇത് നീ അറിയാതിരിക്കരുത്. You should not be unaware of it. ജനക്കൂട്ടം കണ്ട് വഞ്ചിക്കപ്പെടരുത്. Don't be fooled on seeing the mob. എടുക്കപ്പെടുന്നവർ ചുരുക്കമായിരിക്കും. Few will be raptured. കൺവെൻഷനും നല്ല ജനക്കൂട്ടം, Huge multitude. ന്യൂ ഇയർ സർവീസിനും ജനം, large crowd in ഞായറാഴ്ച ജനം കൂടി
വരുന്നുണ്ട്. Lot of people in Sunday service. കർത്തൃമേശനേകർ പങ്കെടുക്കുന്നുണ്ട്. Lot in Holy Communion. കാഹളം ധരിക്കുമ്പോൾ എല്ലാവരും എടുക്കപ്പെടുകയില്ല. But at the trump, not all will be raptured. വിശുദ്ധീകരിക്കപ്പെട്ടവർ പൂർണ്ണപ്പെട്ടവർ മാത്രം എടുക്കപ്പെട്ടു. Only the sanctified and the perfect will be taken out. നീ അറിയാതിരിക്കുന്നു. You were unaware of it. ഈ കാണുന്ന സമൂഹമെല്ലാം എടുക്കപ്പെടുമെന്നും ഞാൻ ഇവരുടെ കൂട്ടത്തിരുന്ന ഞാനും പോകുന്നു വിചാരിച്ചു വെച്ചിരിക്കുന്നു. You are thinking that the multitude will be taken up and I will be joining them. അതിനാൽ നിന്റെ സമാധാനത്തിന് നിന്റെ പൂർണ്ണതയ്ക്കുള്ള നീ ഇന്ന് അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. Therefore it would be good if you knew what for your peace. വിശുദ്ധന്മാർ എടുക്കപ്പെട്ടതിന് ഒരു സാക്ഷിയായിരിക്കാനല്ല, നീ എടുക്കപ്പെടുവാൻ ഒരുങ്ങിക്കൊള്ളുക. Not for you to be a witness of the saints being raptured, you be prepared to be taken up. 1000 പോരം വിശ്വാസികളുള്ള ഒരു സഭയിൽ In a church where believers are there, more than 1,000, ഒരു വിശ്വാസി ഒരു ദർശനം കണ്ടു. a new believer saw a dream. അതായത് അവിടുത്തെ ശുശ്രൂഷകനായ പാസ്റ്റർ 2 പേരെ മണവാട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. The work of the pastor is grooming 2 brides. ഒന്നുകൂടെ പറയാം. You say once again. 1000 പരം വിശ്വാസികളുള്ള ഒരു സഭയില് In a congregation more than 1,000 believers, നടക്കുന്ന ശുശ്രൂഷയെക്കുറിച്ച് അതിന്റെ ഫലത്തെക്കുറിച്ച് ഒരു പുതിയ വിശ്വാസിക്ക് ഒരു ദർശനം കിട്ടി. a new believer saw a vision about the ministry and the people there. ദേവദാസന സഭയില് 2 പേരെയാണ് മണവാട്ടിയായിട്ട് ഒരുക്കുന്നത്. The servant of God is grooming 2 brides from that church. ചിന്തിക്കണേ, 1000 പേരിൽ 2 പേര്. 2 out of 1,000. വഞ്ചിക്കപ്പെടരുത്. Be not deceived. അബദ്ധം പറ്റരുത്. Be not fooled. മുടി ജനക്കൂട്ടോ യേശുവിനെ എടുക്കപ്പെടുകയില്ല. Not all the people will be raptured. ഞങ്ങളുടെ ശുശ്രൂഷയാൽ 1000 2 പേരെടുക്കപ്പെട്ടാൽ പോരാ. Through ministry, not 2 out of 1,000 should be raptured. 1000 200 പേരും 500 പേരും എടുക്കപ്പെട്ടാൽ പോരാ. Not 200 or 500. 1000 വിശ്വാസികൾ 999 പോരാ. 1000 പേരെടുക്കപ്പെടാനാണ് ശുശ്രൂഷ ചെയ്യുന്നത്. Not 999, but half should be raptured. We know the ministry. ഞങ്ങൾ എന്തിനായി സകലമുട്ട് കർത്താവിന് വിലയ്ക്കായി വന്നു? Why did we leave everything and set out for the ministry of God? നിങ്ങൾ സമ്പാദിക്കാതെ നിങ്ങൾക്ക് വേണ്ടി എന്തിനു ജീവിക്കുന്നു? Why do we work for you, not winning money? ചെലവിടുകയും ചെലവായി പോയിരുന്നത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? Why do we spend and give money? അതെ, നിങ്ങളെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ യോഗ്യരാക്കി മാറ്റുവാൻ. To make you worthy to be raptured. ഈ ജനം കൂടി വരുന്നതുകൊണ്ടൊന്നും നിങ്ങൾ തൃപ്തിയല്ല. This multitude is not satisfied. വലിയ സുവിശേഷയാത്ര നടത്തി ഒരു വോക്കി ടോക്കിയും പിടിച്ച് ഒരു വെള്ളത്തൊപ്പിയും വെച്ച് മുമ്പിൽ നടക്കുന്നതുകൊണ്ടൊന്നും വലിയ തൃപ്തിയൊന്നുമില്ല. Large procession, wearing a hat, a walkie-talkie, that's not special. നോക്കുമ്പോൾ അവിടെ ഇവിടെ നിറച്ച് ആളുകൾ ഇരിക്കുന്നത് കണ്ടൊന്നും തൃപ്തിയില്ല. People filling the bundle is not satisfactory. ചോദ്യം ഇതാണ്, Question. എന്റെ പ്രിയ സഭയെ കർത്താവിന്റെ വരവിനായി നീ എടുക്കപ്പെടാൻ ഒരുങ്ങുന്നുണ്ടോ, ഒരുങ്ങിയിട്ടുണ്ടോ? My TPM church, are you preparing? Are you prepared to be God about the coming of the Lord? കാഹളം ഒരുക്കുമ്പോൾ എടുക്കപ്പെടുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ശുശ്രൂഷ വ്യർത്ഥമായി തീരുമെന്ന് ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. At the sound of the drum, if we're not raptured, our ministry is in vain, we regret. അതിനുപരിയായി തൻ സ്വന്തം രക്തം കൊടുത്ത സഭയെ വിലക്കി വാങ്ങിയവൻ ഈ ജനം എടുക്കപ്പെടാതിരുന്നാൽ എത്രയധികം ദുഃഖിക്കും. Moreover, he who poured his own blood for the church, if the church is not raptured, how much will he be grieved? ഈ ചോദ്യത്തിന് മറ്റൊരർത്ഥം കൂടെയുണ്ട്. Another meaning for the question. ഏലിയാവ് എടുക്കപ്പെടുമെന്ന് മറ്റുള്ളവരാൾ സാക്ഷ്യം അവന് കിട്ടി. Elijah got a witness from others that he will be taken up. നമ്മെക്കുറിച്ച് ഒരു സാക്ഷ്യം മറ്റുള്ളവർ പറയട്ടെ. About us, let others testify. കഴിഞ്ഞ നമ്മുടെ പോക്ക്, നമ്മുടെ വരവ്, നമ്മുടെ ആരാധന, നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ ജീവിതം കണ്ടിട്ട് ഇവൻ എടുക്കപ്പെടുമെന്ന് മറ്റുള്ളവർ പറയാൻ തക്കവണ്ണം നമുക്കായിത്തീരാം. Seeing our goings, our comings, our ministry, our worship, let others say he will be raptured. കഴിഞ്ഞ കാലങ്ങളിൽ വന്ന കുറവുകൾ പരിഹരിച്ച് ഇനിയെങ്കിലും ഉള്ള കാലമെങ്കിലും എടുക്കപ്പെടുവാൻ തക്കവണ്ണം ജീവിതം നയിക്കാം. Let's resolve all the mistakes of the yesterdays, and now on, let's prepare to be gathered. നമ്മളെ കാണുന്നവരെ കേൾക്കുന്നവരെ നമുക്കൊരു സാക്ഷ്യം പറയത്തക്ക ജീവിതം നയിക്കുവാനായി ഇനിയുള്ള കാലം സമർപ്പിക്കാം. The ones who see us and hear us, for them to see that we are raptured, let's surrender our lives. എടുക്കപ്പെടാൻ സമയമായി. Time for the rapture of the church. ഒരിക്കാൻ സമയമായി. Time for the drum to echo. പഴങ്കഥയല്ല. Not an old story. പഴങ്കഥയായി തോന്നാതെ. Don't be an old story. കേട്ട് നിങ്ങളുടെ ചെവി തഴമിച്ചു പോകാതെ. Don't be used to hearing this. സമയമെടുത്തു. Time is at hand. ഗൾഫിൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് മീഡിയയൊക്കെ നോക്കുന്നവരാ, ഗൾഫിൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. All of you are seeing in the media that war has broke out in Gulf. ഇറാനിൽ മിസൈൽ അയച്ചു. Israel has sent missile in Iran. അതിന്റെ ആ പ്രതികാരമായിട്ട് ഇസ്രായേലിനും അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്നുവെന്ന് കരുതുന്നതായ ആ ഖത്തർ, കുവൈറ്റ്, സൗദി, ബഹ്റിൻ ഇവിടെല്ലാം മിസൈൽ മഴ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. It's a counter attack. Iran is sending all these missiles to Qatar, Iran, Iraq, and all the nearby places. ഞാൻ പന്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെറിയ കുഞ്ഞു വന്നിട്ട് പറയുകയാണ്, എന്റെ മമ്മി കുവൈറ്റിലാണ്, അവിടെ മിസൈൽ വീഴുന്നു,
പ്രാർത്ഥിക്കണേ. But I stepped into this pandal. A child came to me and said, Pastor, my mother is trapped ഇതൊരു in... പുതിയ വാർത്തയാണോ? യേശു എന്നേ പറഞ്ഞില്ലേ? Is this a new truth? Jesus warned എന്റെ it. വരവിന് ലോകാവസാനത്തിലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ നീ തല ഉയർത്തി നീ ഒരുങ്ങിക്കൊള്ളുക. When you see signs of the coming and the end of the world, lift up your head, be ready. ഉണ്ടാകും, യുദ്ധങ്ങൾ ഉണ്ടാകും, പകർച്ചവ്യാധികൾ ഉണ്ടാകും, രാജ്യത്തോട് എതിർക്കും. There shall be war, rumors of war, pestilence, nation against nation. ഇതെല്ലാം കാണുമ്പോൾ നീ തല ഉയർത്തി പോകാൻ ഒരുങ്ങിക്കൊള്ളുക. When you see all these, lift up your head, be ready to fly. വീണ്ടും പറയുന്നു, ബാക്കി എല്ലാ കാര്യപരിപാടിയും റദ്ദാക്കുവീൻ. Eradicate all the other matters. നിന്റെ സമ്പാദ്യവും നിന്റെ ബിസിനസ്സും നിന്റെ പോക്കുവരവുകളും നിനക്കുള്ളതെല്ലാം നീ മറക്കുക. Your wealth, your money, your works, leave, forget it all. യേശു വരുമ്പോൾ എടുക്കപ്പെട്ടില്ലെങ്കിൽ ഇതൊന്നും നിനക്ക് ഒന്നിനും ഉപകരിക്കുകയില്ല. When Jesus comes, if you're not raptured, these are not beneficial. ആകയാൽ എടുക്കപ്പെടാൻ സമയമായി എന്നുള്ളത് നീ അറിയാതിരിക്കുകയാൽ കർത്താവിന് ദുഃഖമുണ്ട്. Since you're unaware, it's time for the rapture. The Lord is grieved. സമയമായി. Time is at hand. Time is now. It's time. ഒരു കാര്യം കൂടെ പറഞ്ഞതിന്റെ വാക്കുകൾ അവസാനം. Let me conclude with the last point. ശമൂവേൽ 1-ാം പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. 1 Samuel 3:7. ശമൂവേൽ എന്നൊരു ചെറിയ ഒരു കുഞ്ഞിനെ പാലുകുടി മാറി അതേ പ്രായത്തിൽ ആലയത്തിൽ കൊണ്ടുപോയി കൊടുത്തു. For a small lad named Samuel, after he came of a small age, he was brought to the temple. ബാലനായി അവിടെ വളർന്നു വരുമ്പോൾ ഒരു രാത്രിയിൽ ഒരു സംഭവം. As he was growing up there, being a small lad, an event took place. ദൈവം വന്നു എന്ന അവന്റെ അമ്മ അവനെ വിളിക്കുന്നത് പോലെ ശമൂവേലേ എന്ന് നീട്ടി വിളിച്ചു. God came down to him just like his mother calls him. He called Samuel. വായിക്കണം 3:7. 3:7. Let's go through. ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞില്ല. യഹോവയുടെ വചനം അവന് അന്ന് വരെ വെളിപ്പെട്ടതുമില്ല. അവനെ ശമൂവേലേ എന്ന ദൈവം നീട്ടി വിളിച്ചിട്ട് അവനെ തിരിച്ചറിയാൻ കഴിയാതെ പോയി. God called him Samuel, but alas, he didn't identify. അതുവരെ അവൻ ഈ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല. Till then, he didn't know this God. ശബ്ദം കേട്ടൊരു ശീലം ഉണ്ടായിരുന്നില്ല. He was not used to hearing the words of God. യഹോവ വന്ന് നിന്ന് വിളിച്ചപ്പോൾ അവൻ പിന്നീട് മനസ്സിലാക്കി വിളി കേട്ടു. But when the Lord came and called him for the third time, he understood. He answered. ആദ്യമായിട്ടാണ് അവന്റെ കർത്താവിന്റെ സാന്നിധ്യം അറിയുന്നത്. First time he feels the presence of God. ആദ്യമായിട്ടാണ് കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നത്. First time listening to the voice of God. രാത്രിയിൽ കേട്ട ശബ്ദം ഒരു ആരംഭം മാത്രമായിരുന്നു. The voice he heard that night was just a തുടർന്ന് അവൻ ഈ ശബ്ദം കേട്ട് വളർന്നു. He heard the voice of God and he grew. തിരഞ്ഞെടുക്കപ്പെട്ടു, ഉയർത്തപ്പെട്ടു, മാനിക്കപ്പെട്ടു, ഉപയോഗിക്കപ്പെട്ടു. Elected, elevated, used, honored. അതെ, ഇന്ന് അത് തന്നെ ദൈവം നമ്മോടും ഇടപെടുകയാണ്. Same thing the Lord deals even today with us. അതെ, പ്രിയ മാതാപിതാക്കന്മാരെ, Dear parents, നിന്റെ മക്കൾ ഈ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ? your children, have they known this God? അവരറിഞ്ഞു വളരട്ടെ. They should know and grow. നിന്റെ പ്രിയ യൗവനക്കാരെ, സർവ്വസ്കൂൾ വിദ്യാർത്ഥികളെ, അപ്പനും അമ്മയും ഈ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് നിനക്ക് പ്രയോജനമില്ല. Youngsters, Sunday school children, if your parents know God, no profit for you. സൂക്ഷിക്കാൻ ദൈവം ശബ്ദം കേട്ട് പറഞ്ഞതുകൊണ്ട് നിനക്ക് പ്രയോജനപ്പെടുകയില്ല. Servant of God listens to the voice of God and says, no ഈ use for you. ദൈവത്തെ നേരിട്ട് അറിഞ്ഞാട്ടെ. Directly know this അവന്റെ God. ശബ്ദം നേരിട്ട് നിന്റെ ചെവിയിൽ മുടങ്ങട്ടെ. Directly hear his voice. കേൾക്കുന്ന ശബ്ദത്തിന് സമർപ്പിച്ചാട്ടെ. Surrender before the voice. അവൻ നിന്നെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കും. He longs to choose you. ഇന്നലെ ഈ 2 ദിവസമായിട്ട് പരിഭാഷ നിർവഹിച്ചത് ബ്രദർ ചന്ദ്രശേഖരനാണ്. Last 2 days, Brother Chandrasekharan interpreted. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. ശേഷം ഇപ്പോൾ ഒരു അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുന്നു. He was a school teacher. After retirement, he is practicing as an advocate. സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്ററായിട്ട് സേവനം ചെയ്യുന്നു. He is working as a Sunday school headmaster. പതിറ്റാണ്ടുകളായി നമ്മുടെ സ്റ്റേജുകളിൽ അദ്ദേഹത്തിന്റെ ശബ്ദം നാം കേൾക്കുകയാണ്. Decades we are listening to his voice on our stages. ഇന്ന് അദ്ദേഹം വന്നിട്ടില്ല. Today he hasn't come. നിൽക്കുന്നത് തന്റെ മകനാണ്. This is his son. ഒരേ ഒരു മകൻ. Just one son. 10 വയസ്സിൽ സഭയിൽ കീബോർഡ് വായിക്കാൻ തുടങ്ങിയതാണ്. 10-year-old, he started to play the keyboard in the church. താൻ പ്രായമായി പഠിച്ചു. ഇപ്പോൾ ഒരു IT കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ്. He came of age, he is learned, now working in an IT company. അപ്പൻ ചെയ്ത ശുശ്രൂഷ താൻ ഏറ്റെടുത്ത് ചെയ്യുന്നു. Now ministry of the father, he is taken over. സ്തോത്രം, സ്തോത്രം. അമ്മയപ്പന്മാരെ, നിങ്ങൾക്ക് അഭിമാനിക്കത്തക്ക നിങ്ങൾ മക്കളായി തീരട്ടെ. Parents, let your kids be to be proud of. നിന്റെ പുത്രന്മാർ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും. Your son should sit in place of your fathers. സ്തോത്രം. ഇന്ന് രാത്രികാലം കണ്ണുകൾ അടയ്ക്കാം. Tonight, close your eyes.
ഇന്ന് രാത്രികാലം മാതാപിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കർത്താവിനായി സമർപ്പിക്കുകയും Children, tonight dedicate your kids for your God. നിങ്ങളൊന്ന് വാവിട്ട് പറഞ്ഞാട്ടെ, എന്റെ മകനെ നീ വിളിക്കണമേ, എന്റെ മകളോട് നീ സംസാരിക്കണമേ. Cry out to Lord, Lord, speak to my son, speak to my daughter. ഞാൻ അറിഞ്ഞ ദൈവത്തിന്റെ മക്കൾ അറിഞ്ഞ് വളരട്ടെ. Let them know the God who called me and grow. ഞാൻ കേട്ടത് ഒരു ദൈവ ശബ്ദം കേൾക്കട്ടെ. Let them hear to the same voice I heard. ദൈവം എനിക്ക് ചെയ്തതുപോലെ നന്മകൾ എന്റെ മക്കൾ നേരിട്ട് അനുഭവിച്ച് വളരട്ടെ. The benefits God did for me, let them feel it and എന്റെ grow. വിശ്വാസത്തിൽ അവരും വളരട്ടെ. Let them grow in faith. എനിക്ക് പകരം അവർ കാണപ്പെടട്ടെ. Let them be there for me. പിതാത്മാക്കൾക്ക് പകരം അവരെ ഈ സ്ഥാനം ഏറ്റെടുക്കട്ടെ. For the fathers, let them take over. ദൈവം ഇന്ന് രാത്രികാലം അനേക യുവനക്കാരും കുട്ടികളോടും സംസാരിക്കുകയാണ്. Tonight the Lord is speaking to many youngsters and kids. എല്ലാ കുട്ടികളും കണ്ടടങ്ങിയ Oh, children, close your eyes. സമയവാലിന്റെ ദൈവം നമ്മുടെ നടുവിലുണ്ടാവും. There's a Samuel in our midst. അവൻ വന്ന് നിന്ന് നിന്റെ അടുക്കൽ നിന്ന് നിന്നെ വിളിക്കുന്നു. God will come stand near you and speak. നിന്റെ അമ്മ നിനക്കിട്ടിരിക്കുന്നതായ അപ്പനിട്ടിരിക്കുന്നത് ഓമന പേർ ചൊല്ലി നിന്നെ വിളിക്കുന്നു. He is calling you by the loving name of your mother. ദൈവത്തിന് ആവശ്യമുണ്ട്. God needs you. ദൈവത്തിന് ആവശ്യമുണ്ട്. God wants you. ദൈവം നിന്നോട് സംസാരിക്കുമ്പോൾ When God speaks to you, അടിയനിതാ എന്ന് പറയുമോ, here am I, your servant. ഇതാടിയൻ എന്ന് പറയുമോ, Lord, here am I. ഇന്നലെ നടത്തിയവരെയും ഉപദേശിച്ചവരെയും ഇന്നും നാം കാണുന്നില്ല. We don't see those who tutored us and instructed us yesterday. ഇന്ന് കാണുന്നവർ നമ്മിൽ നിന്നും ഇനി നാളെ എടുക്കപ്പെടും. Once we see today, will be taken up tomorrow. എന്നാൽ നിന്റെ തീരുമാനം എന്നറിയുവാൻ ദൈവം കാത്തു നിൽക്കുന്നു. The Lord is tarrying for your decision. പിതാക്കന്മാർക്ക് പകരം ആയിരിക്കാൻ നിനക്ക് നിന്നെ സമർപ്പിക്കാമോ? Can you place yourself for the fathers and you? നിന്നെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശത്തിനായി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? Shall you yield to the will of God regarding you? അങ്ങനെയെങ്കിൽ ദൈവം നിനക്കൊരു അഭിഷേകം ചെയ്ത് തരാൻ പോകുകയാണ്. If so, the Lord is going to give you an anointing. ഏലിയാവിന്റെ ശുശ്രൂഷ തീർന്നവൻ എടുക്കാൻ പോകുന്ന എലീശയ്ക്ക് മനസ്സിലായി. Elisha knew that the ministry of Elijah is about to be over. അവനൊരു തീരുമാനമെടുത്തു. He made up his mind. എടുക്കപ്പെടും. My master will be taken up. തടയാൻ പറ്റത്തില്ല. I cannot stop it. ഞാനൊരു തീരുമാനമെടുത്തു. But I have a decision. ചെയ്യുന്ന ശുശ്രൂഷ ഞാൻ ഏറ്റെടുത്ത് ചെയ്യും. The ministry done by my master, I will take over. തുടർന്ന് അവന്റെ മേൽ ഏലിയാവിനുണ്ടായിരുന്ന ആത്മാവിന്റെ ഇരട്ടി പങ്ക് ശക്തി ഇറങ്ങി. Double fold of the power of Elijah lighted upon him. ഇന്ന് രാത്രി അതേ ദൈവം നമ്മുടെ നടുവിലുണ്ട്. Same God is in our midst tonight. ദൈവത്തെ സ്തുതിച്ചാട്ടെ. Praise God. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. Oh, glorify God. എല്ലാ വിശ്വാസം ദൈവത്തെ സ്തുതിച്ചാട്ടെ. All the believers praise God. ആത്മാവ് പ്രവർത്തിപ്പാൻ ഇടം കൊടുത്താട്ടെ. Give it for the work of God. ആത്മാവ് നിറഞ്ഞാട്ടെ. Close your eyes, pray for the Spirit. ദൈവത്തെ സ്തുതിച്ചാട്ടെ. Children, praise God. ദൈവത്തെ ആരാധിച്ചാട്ടെ. Clap your hands, worship God. കഴിയാറായി. Time is at hand. മുടങ്ങാറായി. Time for the cry. ദൈവം ശുദ്ധന്മാർ എടുക്കപ്പെടാറായി. Time for the saints to soul. കഥയായി തോന്നാതെ There's an old story now. പൊട്ടിക്കഴിഞ്ഞു. The trumpet sound. ആരംഭിച്ചു കഴിഞ്ഞു. It is begun. യുദ്ധമായി തീരുമാനം ആർക്കറിയാം? Going to be world war. സഭ കർത്താവ് കാകളോട് പരിപാടിയില്ലെന്ന് എങ്ങനറിയാം? How do you know that the Lord shall come to the throne? വർഷങ്ങളോ മാസങ്ങളോ ദിവസങ്ങളോ മിനിറ്റുകളോ എന്ന് ആർക്കറിയാം? Yes, months, days, minutes, who knows? അവൻ വരുന്ന നാളും അറിയാൻ നമുക്ക് ഒരുങ്ങിയിരിക്കാം. We don't know the day and the hour, let's be ready. എടുക്കപ്പെടുവാനൊരു അഭിഷേകം നമ്മുടെ മേൽ വരട്ടെ. Let an anointing come to be taken up. ദൈവത്തിന് ഉപയോഗിക്കപ്പെടാനായി സമർപ്പിച്ചുകൊണ്ട് അതിന്റെ അഭിഷേകം മേൽ ഇറങ്ങി വരട്ടെ. You to be used by God, let an anointing come നമ്മുടെ down. ദൈവം നമ്മുടെ നടുവിലുണ്ട്. But God is in our അവൻ നമ്മോട് midst. ഇടപെടാൻ ആഗ്രഹിക്കുന്നു. He's willing to deal with us. സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. He's willing to touch us. ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. Willing to strengthen us. അഭിഷേകിക്കുവാൻ Willing ആഗ്രഹിക്കുന്നു. to anoint us. കാഹളം തുടിക്കാറായി. Trump is going to shout. സഭ എടുക്കപ്പെടാറായി. Church is going to be raptured. എടുക്കപ്പെടാൻ ഒരുങ്ങാം. Let's be ready to be gathered. അല്പകാലം മാത്രം. Few more നീ days. നിനക്കായ വലിയ കാര്യങ്ങളെ ചിന്തിക്കാതെ, Don't plan views. ഞാൻ ഇവിടെ ചെയ്യുന്നൊന്നും പറയാതെ, Don't plan to go for trips. സമയമില്ല. No more time. ഇവിടെ പോയൊരു കട്ടും കടയെടുത്ത് തിരിച്ചു വരാൻ നോക്കുകയാണ്. Everyone is coming back. എവിടെ സമാധാനമില്ല. No peace anywhere. സുരക്ഷിതത്വമില്ല. No safety anywhere. യുദ്ധവും പോരാട്ടങ്ങളും മാത്രം. War and strife. കൊലപാതകം ബോംബസ്ഫോടനവും മാത്രം. Killing and bombs. കാരണം യേശു പറഞ്ഞു അന്ത്യകാലത്ത് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. Because Jesus said this will take place in the last day. യുദ്ധം മുടങ്ങുന്നു. കാഹളം കേൾക്കാറായി. അവൻ നാം എത്ര വേഗം ഉണർന്ന് നമ്മുടെ ശക്തിയെ പുതുക്കി എടുക്കപ്പെടാനിരുന്നു. War is echoing. Trump is going to shout. Let's be prepared and renewed to get collected. നമുക്ക് ചേർന്ന് കൈയിലടിച്ച് പാടാം. യുദ്ധശബ്ദം മുഴങ്ങുന്നേ, കാഹളങ്ങൾ ഊതാറായി. എത്ര വേഗമുണർന്നേ ശക്തിയെ പുതുക്കുക. യുദ്ധശബ്ദം മുഴങ്ങുന്നേ,